അപ്പോൾ എല്ലാവർക്കും ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട 25 ടോപ്പിക്കുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ലൈൻ ഓഫ് കൺട്രോൾ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും ലൈൻ ഓഫ് കൺട്രോളിൽ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിൽ തീവ്രവാദി ആക്രമണം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വാർത്തയിൽ വരാനും കാരണം അതുതന്നെയാണ്. PAFF അല്ലെങ്കിൽ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിലുള്ള ജമ്മു ആൻഡ് കാശ്മീരിലുള്ള പൂഞ്ച് ഭാഗത്ത് നടന്ന ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ക്ലെയിം ചെയ്തു. PAFF ക്ലെയിംഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ടെറർ അറ്റാക്ക് അലോങ് പൂഞ്ച് കേട്ടോ, അലോങ് ദ ലൈൻ ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ PAFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോക്സി ഔട്ട്ഫിറ്റാണ്. പ്രോക്സി ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആക്റ്റീവ് അല്ല. ഇവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള, ഇന്ത്യ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യ ഡെസിഗ്നേറ്റ് ചെയ്ത ടെററിസ്റ്റ് ആയിട്ടുള്ള മസൂദ് അസറിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ. അപ്പോൾ ഈ PAFF എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു ബാൻഡ് ഓർഗനൈസേഷനാണ്. ഏത് ആക്ടിന് കീഴിലാണ് നമ്മൾ ഈ ടെററിസ്റ്റുകളെ അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ബാൻ ചെയ്യുന്നത്? UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 എനാക്ട് ചെയ്ത UAPA ആക്ട്. അപ്പോൾ എന്താണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ? ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ സിംപ്ലി ഇതൊരു അക്സെപ്റ്റഡ് ഇന്റർനാഷണൽ ബൗണ്ടറി അല്ല കേട്ടോ. ഇതൊരു അക്സെപ്റ്റഡ് ഇന്റർനാഷണൽ ബൗണ്ടറി അല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിങ്ങൾക്ക് ഈ നീല കളർ ലൈൻ കാണാൻ കഴിയും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രാക്ടിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്ത്, എന്നാൽ ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ബൗണ്ടറിയാണ് ലൈൻ ഓഫ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നപ്പോൾ നമ്മൾ ഒറിജിനൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഈ എൻറ്റയർ ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് അല്ലേ. എന്നാൽ പ്രാക്ടിക്കലി അത് അങ്ങനെയല്ല. ഈ ബ്ലൂ ലൈൻ അപ്പുറം നമ്മുടെ കയ്യിലല്ല. ഈ ഭാഗത്ത് പാകിസ്ഥാൻ വിളിക്കുന്നത് ആസാദ് കശ്മീർ എന്നാണ്, ഇന്ത്യ വിളിക്കുന്നത് പാകിസ്ഥാനി ഒക്യുപ്പൈഡ് കശ്മീർ എന്നാണ്. ഈ ഭാഗവും പാകിസ്ഥാൻ്റെ കൺട്രോളിലാണ്, പക്ഷേ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ കശ്മീരിൻ്റെ നല്ലൊരു ഭാഗവും പ്രാക്ടിക്കലി ഇന്ന് നമ്മളുടെ കയ്യിലല്ല. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ നീല ലൈൻ കാണിക്കുന്ന ആ ഒരു ഡിമാർക്കേഷൻ ഓഫ് ബൗണ്ടറിയാണ് ലൈൻ ഓഫ് കൺട്രോൾ. അപ്പോൾ ചോദിക്കാം, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ലൈൻ ഓഫ് കൺട്രോൾ ഉള്ളത്. 1947 നമുക്കറിയാം പാർട്ടീഷൻ നടന്നു. 1947-48 കാലഘട്ടങ്ങളിൽ ആദ്യത്തെ യുദ്ധവും നടന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. അതിനുശേഷം യുണൈറ്റഡ് നേഷൻസുമായി അവർ നെഗോഷിയേറ്റ് ചെയ്ത് രണ്ട് പാർട്ടികളും ഏകദേശം അക്സെപ്റ്റ് ചെയ്ത ഒരു ലൈനാണ് ലൈൻ ഓഫ് കൺട്രോൾ. എന്നാൽ കാര്യമായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ LOC എന്ന പേരിൽ ഡെസിഗ്നേറ്റ് ചെയ്തത് 1972 നമുക്കറിയാം 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശിൻ്റെ ഫോർമേഷൻ, അതിനുശേഷം നമ്മുടെ ഷിംലയിലേക്ക് ഒരു എഗ്രിമെൻറ്റിന് അവർ വന്നു, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലേക്ക്. അവിടെ വെച്ച് ഷിംല എഗ്രിമെൻറ്റ് ഒപ്പിട്ടു. ഇതിനെ നമ്മൾ മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ സിംല എഗ്രിമെൻ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ, ഈ LOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു സിയാച്ചിൻ ഗ്ലേഷ്യർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിലവിൽ ഇന്ത്യയുടെ കൺട്രോളിലാണ്. സിയാച്ചിൻ ഗ്ലേഷ്യറിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ വേൾഡ്സ് ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് ആയിട്ട് പറയുന്നത് NJ 9842. ഓക്കെ, NJ 9842. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെന്നല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, വേറൊരു ടൈം നിങ്ങൾ ഇടയ്ക്ക് വാർത്തയിൽ കാണാം. അതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇത് എന്ന് പറയുന്നത് ഈ ചുവന്ന ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നില്ലേ, ഇന്ത്യയും ചൈനയും തമ്മിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ കുറച്ച് ടെറിട്ടറികൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് ഈ എൻ്റയർ ഭാഗം നമ്മളാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഈ ഭാഗമൊക്കെ ചൈനയുടെ കൺട്രോളിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടെറിട്ടറിയെ സെപ്പറേറ്റ് ചെയ്യുന്ന, അതിൽ പെടുന്ന പ്രധാനപ്പെട്ട ഏരിയകളാണ് അക്സൈ ചിൻ, പിന്നെ ഈ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പ്രശ്നം നടന്ന ഗൽവാൻ വാലി, ഹോട്ട് സ്പ്രിങ്സ്, പിന്നെ പാങ്കോങ് സോ ലേക്ക്. ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാം എവിടെയാണ് ലൊക്കേഷൻ, കാരണം അതൊക്കെ വാർത്തയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ലൈൻ ഓഫ് കൺട്രോൾ LOC എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ LAC എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. നംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ. അപ്പോൾ ഈ
ബയോഡൈവേഴ്സിറ്റിയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് നംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ. ഇന്ത്യയിൽ നിന്ന് പതുക്കെ ഇല്ലാതെയായി, പറക്കുന്ന ഒരു തരം അണ്ണാനാണ്, പതുക്കെ ഇല്ലാതെയായി. കഴിഞ്ഞ 42 വർഷമായിട്ട് കാണുന്നില്ല എന്ന് ഒരുപാട് ഈ വൈൽഡ് ലൈഫ് സ്നേഹികൾ പേടിച്ചുകൊണ്ടിരുന്ന ഒരു ആനിമലാണ് നംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ. അപ്പോൾ ഇപ്പോഴത്തെ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ ഇറ്റ് ഈസ് എ നൊക്ട്യൂണൽ ഫ്ലൈയിങ് സ്ക്വിറൽ. എന്താണ്? രാത്രികാലത്തിൽ ആക്റ്റീവായിട്ട് രാത്രികാല സഞ്ചാരമുള്ള ഒരു ഫ്ലൈയിങ് സ്ക്വിറലാണ് നംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ. ഇറ്റ് ഹാസ് റീസർഫസ്ഡ് ഇൻ അരുണാചൽ പ്രദേശ്. എത്ര വർഷത്തിന് ശേഷമാണെന്ന് അറിയോ? 42 വർഷത്തിന് ശേഷം. 1981 ഇതിനെ ലാസ്റ്റ് കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണുള്ളത്. അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് നോട്ട് വെരി കോമൺ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ദ നാംദഫ സാങ്ച്വറി ഓർ ദ നാംദഫ ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഉത്തരം അരുണാചൽ പ്രദേശ്. SSC റെയിൽവേ പരീക്ഷകളിൽ സിംപ്ലി ചോദിക്കാം, വാർത്തയിൽ ഫ്രീക്വൻ്റ്ലി കാണുന്ന ഒരു ടൈഗർ റിസർവ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, നാംദഫ എവിടെയാണ് ലൊക്കേഷൻ? അരുണാചൽ പ്രദേശ്. ഈ ഇമേജ് അത്ര ക്ലിയർ അല്ല. ഈ ഇതുപോലുള്ള ഇമേജുകളാണ് നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു അണ്ണാൻ്റെ ഷേപ്പ്, പിന്നെ ഒരു ബാറ്റിൻ്റെ പോലെ വിങ്സ്, അതാണ് ഈ ജീവിയുടെ പ്രത്യേകത. അപ്പോൾ ഫ്രീക്വൻ്റ്ലി വാർത്തയിൽ വരുന്ന മൃഗങ്ങളെ പറ്റി നമ്മൾ എന്തൊക്കെ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു? നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഓർത്തിരിക്കണം. ഏതൊക്കെ? IUCN റെഡ് ലിസ്റ്റിൽ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റെഡ് ലിസ്റ്റിൽ ഇതിനെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയ ഒരു കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഇനി എക്സ്റ്റിങ്ക്റ്റ് കാറ്റഗറിയിലേക്ക് പോകാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ജീവിയാണ് നാംദഫ ഫ്ലൈയിങ് സ്ക്വിറൽ. ഓക്കെ, ഇന്ത്യയുടെ 1972 എനാക്ട് ചെയ്ത വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് WPA പ്രകാരം ഏറ്റവും ദ ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ഏതാണത്? ഷെഡ്യൂൾ 1 കീഴിലാണ് പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നാംദഫ ടൈഗർ റിസർവിനെ പറ്റി ബ്രീഫായിട്ട് പറയാം. 1983 ഇതിനൊരു ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന് മച്ച് ബിഫോർ 1972 മുതൽ ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. 1983 ഇതിനെ ഒരു നാഷണൽ പാർക്കായിട്ടും അതുപോലെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. നമുക്കറിയാം 1970കളിലാണ് നമുക്ക് പ്രൊജക്ട് ടൈഗർ വരുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന സൈറ്റുകളെല്ലാം ഒരു ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിലുള്ള അവരുടെ ഒരു വൈൽഡ് ലൈഫ് മാപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ സൈറ്റുകളെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാംദഫ വരുന്ന എവിടെയാണ്? ഇതറിയാം നമുക്ക്, മ്യാൻമറാണ്, പഴയ കാലത്തെ ബർമയാണ്. അപ്പോൾ ഇന്ത്യ മ്യാൻമർ ബൗണ്ടറിയിലാണ് നമുക്ക് ആരുള്ളത്? നാംദഫ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ഇന്ത്യ മ്യാൻമർ ബൗണ്ടറിയിലാണ് ഇതുള്ളത്. പിന്നീട് ഫ്രീക്വൻ്റ്ലി വാർത്തയിൽ വരുന്ന അരുണാചൽ പ്രദേശിലുള്ള മറ്റൊരു പ്രൊട്ടക്റ്റഡ് സൈറ്റാണ് പാക്കുൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത് ഇന്ത്യ ഭൂട്ടാൻ ഭാഗത്താണ് കേട്ടോ. ഇന്ത്യ ഭൂട്ടാൻ ഭാഗത്താണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിലുള്ള രണ്ട് പ്രധാനപ്പെട്ട മലനിരകൾ, ഏകദേശം ഈ ഭാഗത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട മലനിരകളാണ്. ഒന്ന് ദാഫ ബം റേഞ്ച് ഓഫ് ദ മിഷ്മി ഹിൽസ് ആൻഡ് ദ പട്കായ് റേഞ്ച്. അതായത് മിഷ്മി ഹിൽസും പട്കായ് റേഞ്ചും. ഇതും എവിടെയാണെന്ന് ചോദിക്കാം. ബേസിക് ജോഗ്രഫി, അരുണാചൽ പ്രദേശ് മ്യാൻമർ ബോർഡറിലാണ്. ഓക്കെ, മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ ഓഷൻ നേവൽ സിംപോസിയം. എന്താണ് ഇന്ത്യൻ ഓഷൻ നേവൽ സിംപോസിയം? ആരാണ് നടത്തുന്നത്? ആ പേരിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. ഇന്ത്യൻ ഓഷൻ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ നേവികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ഓഷൻ നേവൽ സിംപോസിയം എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് വാർത്തയിൽ വരാൻ കാരണം? അതിൻ്റെ 8ാമത്തെ എഡിഷൻ ഈ അടുത്ത് നടന്നു. ദ 8th എഡിഷൻ ഓഫ് ഇന്ത്യൻ ഓഷൻ നേവൽ സിംപോസിയം അല്ലെങ്കിൽ അയോൺസ് വാസ് ഹെൽഡ് ഇൻ, അതാണ് ചോദിക്കാൻ പോകുന്നത്. എവിടെയാണ് നടത്തപ്പെട്ടത്? തായ്ലൻഡിലാണ്. തായ്ലൻഡിൻ്റെ ബാങ്കോക്കിലാണ്. ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് അറ്റൻഡ് ചെയ്ത ആരാണ്? ഇന്ത്യൻ നേവിയുടെ ചീഫ്, ദ ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്. ആരാണ് അദ്ദേഹം? അഡ്മിറൽ ആർ ഹരികുമാർ. ഒരു മലയാളിയാണ് അദ്ദേഹം, അഡ്മിറൽ ആർ ഹരികുമാർ. അപ്പോൾ അയോൺസിനെ പറ്റി ബ്രീഫായിട്ട് ചോദിക്കാം. നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? 8ാമത്തെ എഡിഷൻ ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തത്? നിങ്ങളോട് ചോദിക്കാം ആദ്യം ഹോസ്റ്റ് ചെയ്തത് എന്നാണ്? 2008 ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തത്? ഇന്ത്യൻ നേവിയാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യ ലെഡ് പ്ലാറ്റ്ഫോമാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ടു എൻഹാൻസ് മാരിടൈം കോപ്പറേഷൻ എമംഗ് ദ നേവീസ് ഓഫ് ലിറ്ററൽ സ്റ്റേറ്റ്സ് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഈ ലിറ്ററൽ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യൻ ഓഷൻ റീജിയനും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ നേവികൾ തമ്മിൽ ഒരു സഹകരണം, ഒരു കോപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നാണ്. ഈ മാപ്പ് കുറച്ച് ഡിസ്പ്യൂട്ടഡ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ എൻറ്റയർലി നമ്മുടെ ഭാഗമാണെന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ആ മാപ്പിലുള്ള ഡിസ്പ്യൂട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ ഈ നീല കളറിൽ ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചിട്ടുള്ള രാജ്യങ്ങളില്ലേ, ഈ രാജ്യങ്ങളാണ്
ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്ത് ഉള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളൊക്കെ ഇതിലെ മെമ്പേഴ്സാണ്. പ്രസൻ്റ്ലി 25 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എങ്ങനെയാണിതാ, ഇതേതാണ് രാജ്യം, ഇതേതാണ് രാജ്യം? ഫ്രാൻസ് ആണ്. ഈ ഫ്രാൻസ് എങ്ങനെയാണ് ഇതിൽ മെമ്പർ ആയിരുന്നത്? കാരണം ഫ്രാൻസ് ഓൺ ചെയ്യുന്ന ചില ഐലൻഡുകൾ ഇന്ത്യൻ ഓഷ്യനിലുണ്ട്. അങ്ങനെയാണ് ഫ്രാൻസ് ഇതിലൊരു മെമ്പറായി വരുന്നത്. ഈ ലൈറ്റ് ബ്ലൂവിൽ കാണിക്കുന്ന രാജ്യങ്ങൾ ചൈന ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ സ്പെയിൻ ഉൾപ്പെടെയുള്ള, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിലെ ഒബ്സർവർ രാജ്യങ്ങളാണ്. അപ്പോൾ 8ഓളം ഒബ്സർവർ രാജ്യങ്ങളും ഇതിലുണ്ട്, അയോൺസിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ 2008 ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു. അടുത്ത 3 വർഷത്തേക്ക് 2008, 2009, 2010 അയോൺസ് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്. ഇനി അങ്ങോട്ട് ഒരു 2 വർഷത്തേക്ക് ഇന്ത്യ ആയിരിക്കും അയോൺസിൻ്റെ ചെയർ. 2025 മുതൽ 27 വരെയുള്ള ആ 2 വർഷ കാലഘട്ടത്തിൽ ഇന്ത്യ ആയിരിക്കും അയോൺസിൻ്റെ ചെയർ. ക്ലിയർ ആണല്ലോ? അടുത്തതൊരു റെവല്യൂഷണറി ആണ്. നിങ്ങൾ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ കേൾക്കാൻ ചാൻസ് ഉള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് താരക് നാഥ് ദാസ് എന്നാണ്. ഈ താരക് നാഥ് ദാസ് എന്ന് പറയുന്ന വ്യക്തി 22 ഡിസംബർ 1958 US വെച്ചാണ് മരിച്ചത്. ഒരു ഇന്ത്യൻ റെവല്യൂഷണറിയാണ്. 22 ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് വാർത്തയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയിൽ ഇന്ത്യ പെയ്ഡ് ട്രിബ്യൂട്ട് ടു താരക് നാഥ് ദാസ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ബ്രീഫായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഒന്ന് 1884 പ്രസന്റ് വെസ്റ്റ് ബംഗാളിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് US മൈഗ്രേറ്റ് ചെയ്യുകയും 1958 US വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഓർഗനൈസ് ചെയ്ത ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി, ഇന്ത്യയുടെ അന്നത്തെ കൊളോണിയൽ ബ്രിട്ടീഷിനെതിരെ ഇദ്ദേഹം ഓർഗനൈസ് ചെയ്ത ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര് പാൻ ഏഷ്യാറ്റിക് ലീഗ് എന്നാണ്. കേട്ടോ, പാൻ ഏഷ്യാറ്റിക് ലീഗ്. ഇദ്ദേഹം ഫൗണ്ട് ചെയ്ത ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര് നിങ്ങളോട് ചോദിക്കാം. 1908 ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പറിൻ്റെ പേരാണ് ദ ഫ്രീ ഹിന്ദുസ്ഥാൻ. ദ ഫ്രീ ഹിന്ദുസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് 1906 അദ്ദേഹം സിയാറ്റിലെത്തി. സിയാറ്റിൽ അദ്ദേഹം സെറ്റിലായി. അവിടെ കുറേ സൗത്ത് ഏഷ്യൻ, പർട്ടിക്കുലർലി ഇന്ത്യൻ ഇമിഗ്രൻസ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ ഇമിഗ്രൻസിനെതിരെ അന്നത്തെ വൈറ്റ് ആയിട്ടുള്ള, അന്ന് സിയാറ്റിലുള്ള അവിടുത്തെ ആൾക്കാർ ഒരു ഓർഗനൈസ്ഡ് റയറ്റ് നടത്തി. അതിൽ കുറേ പേര് കൊല്ലപ്പെട്ടു. അത് അറിയപ്പെടുന്നത് ബെല്ലിംഗ്ഹാം റയറ്റ് എന്നാണ്. അമേരിക്കയിൽ നടന്ന ബെല്ലിംഗ്ഹാം റയറ്റ് വർഷം 1907. അത് നടന്നത് ആർക്കെതിരെയാണ്? സൗത്ത് ഏഷ്യൻ ഇമിഗ്രൻസിനെതിരെയാണ്. സൗത്ത് ഏഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തവർക്കെതിരെയാണ്. അതിൽ പർട്ടിക്കുലർലി ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞ ഈ ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ജേണൽ തുടങ്ങിയത്. അവരുടെ ആ ഒരു ഇമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പോളിസികൾക്കെതിരെയും ശബ്ദിക്കാൻ തുടങ്ങി. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് 1913 അദ്ദേഹം ഹർദയാലിനെ മീറ്റ് ചെയ്തതാണ്. ഈ ലാലാ ഹർദയാൽ ആരാണ്? ലാലാ ഹർദയാൽ വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് ഗാദാർ മൂവ്മെൻറ്റ്. നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും ഇമിഗ്രേറ്റ് ചെയ്ത് അമേരിക്കയുടെ, ഇത് US കാനഡ ആണെങ്കിൽ അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ സെറ്റിൽ ചെയ്ത കുറേ ഇന്ത്യൻ ഇമിഗ്രൻസ്, പർട്ടിക്കുലർലി പഞ്ചാബി ഇമിഗ്രൻസ്, ഇവർ തുടങ്ങിയൊരു മൂവ്മെൻ്റാണ് ഇത് ഗാദാർ മൂവ്മെൻറ്റ്. അതിൻ്റെ 2 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ് ആര്? താരക് നാഥ് ദാസും മറ്റേതാണ് ആര്? ലാലാ ഹർദയാലും. ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇറ്റലി വാർത്തയിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇറ്റലി വാർത്തയിൽ വന്നത്? ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. അപ്പോൾ നിങ്ങളോട് സിംപ്ലി ചോദിക്കാം, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂറോപ്യൻ കൺട്രീസ് ഇന്ത്യ റീസെൻ്റ്ലി സൈൻഡ് ദ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി എഗ്രിമെൻറ്റ്? 2 രാജ്യങ്ങൾക്കിടയിൽ ഉള്ള മൈഗ്രേഷനും അതുപോലെ വർക്ക് റിലേറ്റഡ് മൊബിലിറ്റിയും എങ്ങനെ സ്മൂത്ത് ആക്കണം, അതാണ് ഈ എഗ്രിമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ റീസെൻ്റ്ലി സൈൻ ചെയ്ത ആരായിട്ടാണ്? ഇറ്റലി ആയിട്ടാണ്. ഇറ്റലിയുടെ ഒഫീഷ്യൽ പേര് ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യ എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിൽ അറിയപ്പെടുന്നത്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നല്ലേ? അതുപോലെ ഇറ്റലി അറിയപ്പെടുന്നത് ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്നാണ്. ഫ്രാൻസ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇറ്റലിയുടെ ലൊക്കേഷൻ നിങ്ങൾ അറിയണം. ഇറ്റലി ഈസ് ഇൻ സദേൺ യൂറോപ്പ്. നമ്മുടെ അഡ്രിയാറ്റിക് സീ, ടൈറീനിയൻ സീ, മെഡിറ്ററേനിയൻ സീ തുടങ്ങിയ പ്രധാനപ്പെട്ട സീകളുടെ ഒരു ഏകദേശം ഒരു മീറ്റിംഗ് പോയിന്റിലെ നടുക്കാണ് ഇറ്റലി കിടക്കുന്നത്. നമുക്കറിയാം എന്താ? അഡ്രിയാറ്റിക് സീ ഇവിടെയാണ് അല്ലേ? അഡ്രിയാറ്റിക് സീ ഇവിടെയാണ്, ടൈറീനിയൻ സീ ഇവിടെയാണ്, മെഡിറ്ററേനിയൻ സീ ഇവിടെയാണ്. അതായത് ഈ വലിയ മെഡിറ്ററേനിയൻ സീയുടെ ചെറിയ ചെറിയ എക്സ്റ്റെൻഡഡ് ആംസ് ആണ് നമുക്ക് ഈ ടൈറീനിയൻ സീനെയും അഡ്രിയാറ്റിക് സീനെയും വിളിക്കാം. അപ്പോൾ അവിടെയാണ് ഇതാ നമ്മുടെ ഈ യെല്ലോ കളറിലുള്ള ഇറ്റലി. ഇറ്റലിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? നമുക്കറിയാം, ഇറ്റലിയുടെ ക്യാപിറ്റൽ റോമിലാണ്. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം ഒരു വനിതാ പ്രധാനമന്ത്രിയാണ്. അവരുടെ പേരെന്താണ്?
ജോർജിയ മെലണി. ജോർജിയ മെലണി. ഇറ്റലി യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണ്. ഇറ്റലി നിലവിൽ ഉപയോഗിക്കുന്ന കറൻസി യൂറോയാണ്. ക്ലിയർ അല്ലേ? ഇറ്റലിയുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ചോദിക്കാം. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഇറ്റലിയുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ആരൊക്കെ തമ്മിലാണ്? ഓസ്ട്രിയ, ഫ്രാൻസ്, ഹോളി സീ, സാൻ മറീനോ, സ്ലൊവേനിയ ആൻഡ് സ്വിറ്റ്സർലൻഡ്. ഇതിൽ നിങ്ങൾക്ക് ഹോളി സീ എന്നുള്ള പേര് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടാവും. വാട്ട് ഈസ് ഹോളി സീ? ഹോളി സീ ഈസ് ഹാവിംഗ് ഒബ്സർവർ സ്റ്റാറ്റസ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ്. ആരെ പോലെ? പലസ്തീനെ പോലെ. UN-ലുള്ള ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള 2 ടെറിട്ടറീസ് ആണ്. ഒന്ന് പലസ്തീനും ഒന്ന് ഹോളി സീയും. ഹോളി സീ എന്ന് പറഞ്ഞാൽ ഈ റോമിനടുത്തുള്ള വത്തിക്കാൻ സിറ്റി ഇല്ലേ, നമ്മുടെ പോപ്പിന്റെ കേന്ദ്രം വത്തിക്കാൻ സിറ്റി. ഈ വത്തിക്കാൻ സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ ഹോളി സീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോളി സീയുമായിട്ട്, അതായത് ഹോളി സീ ഇറ്റലിക്ക് അകത്താണെങ്കിലും അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോളി സീ, അതുപോലെ ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, സ്ലൊവേനിയ ഇവരൊക്കെ ആയിട്ട് ഇവർക്ക് ബോർഡർ ഉണ്ട്. ഓർത്തിരിക്കുക, ചെറിയ രാജ്യങ്ങളാണ് ഈ ഭാഗത്തുള്ള സ്വിറ്റ്സർലൻഡ്. കമ്പയർഡ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് വളരെ ചെറിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡായിട്ടും അവർക്ക് ബോർഡർ ഉണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. INS ഇംഫാൽ. INS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നേവൽ ഷിപ്പ്, അതാണ് INS. INS ഇംഫാൽ വാർത്തയിൽ വരാൻ കാരണം ഇന്ത്യൻ നേവിയുടെ ഒരു സുപ്രധാന പ്രൊജക്റ്റാണ് പ്രൊജക്ട് 15B. ഈ പ്രൊജക്ട് 15Bയിൽ അവർ ബിൽഡ് ചെയ്യുന്ന ഷിപ്പുകൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ്. അതായത് മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷിപ്പുകൾ പണിയുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് 15B. ഈ പ്രൊജക്ട് 15Bയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള INS ഇംഫാൽ, മണിപ്പൂരിലെ ഇംഫാൽ സിറ്റിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. INS ഇംഫാൽ ഇന്ത്യൻ നേവിയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഫങ്ഷനിങ് ആരംഭിക്കും. ഓക്കെ, ഈ പ്രൊജക്ട് 15Bയിൽ പ്രധാനമായിട്ടും 4 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ആണ് പണിയുന്നത്. 4 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ആണ് പണിയുന്നത്. അതിൽ മൂന്നാമത്തേതാണ് INS ഇംഫാൽ. നമുക്ക് ബാക്കി ഏതൊക്കെയാണെന്ന് കാണാം. ഈ പ്രൊജക്ട് 15Bയിൽ പണിയുന്ന ഈ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് എന്നാണ്. ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണം എന്ന് പറയുന്ന സിറ്റിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രൊജക്ട് 15Bയിൽ പണിയുന്ന 4 ഈ ഷിപ്പുകളും അറിയപ്പെടുന്നത് വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് എന്നാണ്. ഓക്കെ, ഇത് പണിയുന്നത് എവിടെയാണ്? മുംബൈയിലുള്ള ഗവൺമെന്റ് ഓൺഡ് മസഗാവോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്. നമ്മുടെ കൊച്ചിയിലും ഉണ്ടല്ലേ, കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് പണിയുന്നത് കൊച്ചിയിലല്ല, മുംബൈയിലെ മസഗാവോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രൊജക്ട് 15Bയിൽ 4 ഡിസ്ട്രോയേഴ്സ് ആണ് പണി കഴിപ്പിക്കുന്നത് അല്ലേ. അതിൽ ഒന്നാമത്തേതാണ് ഓൾറെഡി കമ്മീഷൻ ചെയ്തിട്ടുള്ള INS വിശാഖപട്ടണം. രണ്ടാമത്തേതാണ് INS മൊർമുഗാവോ. മൂന്നാമത്തേതാണ് INS ഇംഫാൽ. നാലാമത്തേത് ഇനി വരാൻ പോകുന്നത് INS സൂരത്ത്, ഗുജറാത്തിലുള്ള സൂരത്ത്. അപ്പോൾ ഇന്ത്യയിലെ 4 സിറ്റികളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആദ്യത്തെ ഷിപ്പ് INS വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ്. കേട്ടോ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, ഈ പ്രൊജക്ട് 15B എന്ന് പറയുന്നത് പ്രൊജക്ട് 15Aക്ക് ശേഷം വരുന്ന ഒരു പ്രൊജക്റ്റാണ്. പ്രൊജക്ട് 15A എന്ന് പറയുന്നത് കുറച്ചുകൂടെ, അതായത് പ്രൊജക്ട് 15B എന്ന് പറയുന്നത് 15Aക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ് ആണ്. പ്രൊജക്ട് 15A എന്ന് പറയുന്നത് കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ആണ്. കേട്ടോ, 15Bയിൽ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ആണെങ്കിൽ 15Aയിൽ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ആണ്. അപ്പോൾ ഈ 15Bക്ക് മുന്നേ 15Aക്ക് മുന്നേ പ്രൊജക്ട് 15 ഉണ്ടായിരുന്നു. ഈ പ്രൊജക്ട് 15ൽ പണി കഴിപ്പിച്ചിരുന്നത് ഡൽഹി ക്ലാസ് വാർഷിപ്സ് ആണ്. അപ്പോൾ ഓരോ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് അഡീഷൻസ് ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഈ 15B നമ്മൾ പറഞ്ഞു ഒരുപാട് അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞു. കാരണം ബ്രഹ്മോസ് പോലുള്ള ഇന്ത്യ റഷ്യൻ കൊളാബറേഷനിൽ വരുന്ന ബ്രഹ്മോസ് പോലുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വരെ ഇതിലുണ്ടാവും. ഈ പറയുന്ന 4 ഷിപ്പുകളിൽ കാണും. അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഏഴാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടാൻസൻ ഫെസ്റ്റിവലാണ്. ആരായിരുന്നു മിയാൻ ടാൻസൻ? നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ, അക്ബറിൻ്റെ കോട്ടയിലുള്ള മിയാൻ ടാൻസനെ പറ്റി. എന്താണ് ഈ ടാൻസൻ ഫെസ്റ്റിവൽ വരാൻ കാരണം? നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മുടെ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇന്റർനാഷണൽ ടാൻസൻ മഹോത്സവ്. എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇന്റർനാഷണൽ ടാൻസൻ മഹോത്സവ് എവിടെയാണ് നടക്കുന്നത് ചോദിക്കാം. ഗ്വാളിയോറിലാണ്. ഗ്വാളിയോർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്.
ഇപ്പോൾ നടന്ന 99ാമത്തെ ഇൻ്റർനാഷണൽ ടാൻസൻ മഹോത്സവിൽ 1300 മ്യൂസീഷ്യൻസ് അവർ തബലയിൽ വന്ദേമാതരം പ്ലേ ചെയ്തു. ഇറ്റ് ബിക്കേം എ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതുകൊണ്ടാണത് വാർത്തയിൽ വന്നത്. അപ്പോൾ ഈ ഗ്വാളിയോർ ഈ അടുത്ത് വാർത്തയിലുണ്ടായിരുന്നു. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ റിലീസ് ചെയ്ത ഒരു ക്രിയേറ്റീവ് ഉണ്ടായിരുന്നു. എന്താണത്? ഗ്വാളിയോർ വാസ് ലിസ്റ്റഡ് ആസ് ദ ക്രിയേറ്റീവ് സിറ്റി ഓഫ് മ്യൂസിക് ബൈ യുനെസ്കോ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് മ്യൂസിക് എന്ന ടാഗ് ഏത് പ്ലേസിന് കിട്ടി? ഗ്വാളിയോറിന് കിട്ടി. ഈ യുനെസ്കോയുടെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, UCCN, യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. ഓക്കെ, അങ്ങനെ നവംബർ 2023 റിലീസ് ചെയ്ത ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണത്? ഒന്ന് നമ്മുടെ സ്വന്തം കോഴിക്കോട്, ദ സിറ്റി ഓഫ് ലിറ്ററേച്ചർ. പിന്നെ നമ്മുടെ ഗ്വാളിയോർ എന്താണ്? ദ സിറ്റി ഓഫ് മ്യൂസിക്. അപ്പോൾ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഇതാ ഈ ഒരു ഒറ്റ ക്രിയേറ്റീവിലുണ്ട്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഈ ഇനീഷ്യേറ്റീവ് ആരുടെയാണ്? യുനെസ്കോയുടെയാണ്. യുനെസ്കോ എന്താണ് ഇനീഷ്യേറ്റീവിൻ്റെ പേര്? ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ടാൻസൻ ഫെസ്റ്റിവലിലേക്ക് പോവാം. നമുക്കറിയാം ടാൻസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു ഫെസ്റ്റിവൽ ഗ്വാളിയോറിൽ നടക്കണമെങ്കിൽ അതിൽ നിന്ന് വി ക്യാൻ ഇൻഫർ ദാറ്റ് ഹി വാസ് ബോൺ ഇൻ ഗ്വാളിയോർ. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ജനിച്ച രാംതാനു പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് പിൽക്കാലത്ത് മിയാൻ ടാൻസൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദ ലേൺഡ് വൺ, അല്ലെങ്കിൽ സംഗീത സാമ്രാട്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ സംഗീത സാമ്രാട്ട് എന്നൊക്കെ അറിയപ്പെട്ട മിയാൻ ടാൻസൻ. അപ്പോൾ അദ്ദേഹം ജനിച്ച വർഷത്തിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. 1493 ആണോ 1500 ആണോ എന്നുള്ളത് ഇന്നും ക്ലിയർ അല്ല. നമുക്ക് ആ വർഷം ഓർത്തിരുന്നില്ലെങ്കിലും ഡിസ്പ്യൂട്ടഡ് ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് രാംതാനു പാണ്ഡെ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഈ സെൻട്രൽ ഇന്ത്യയിലുള്ള രേവ എന്ന് പറയുന്ന ചെറിയൊരു നാട്ടുരാജ്യത്തെ രാജാ ഹേമചന്ദ്ര സിംഗ് ആണ്, ഒരു രജ്പുത് രാജാവാണ്, അദ്ദേഹത്തിനെ ഫണ്ട് ചെയ്തത്, ഈ രാംതാനു പാണ്ഡെ. അങ്ങനെ അദ്ദേഹം മ്യൂസിക്കിൽ ഒരുപാട് എക്സലൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം, സപ്പോസ് അദ്ദേഹം ജനിച്ചത് 1500-കളിലാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 60-62 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിനെ മുഗൾ രാജാവായിട്ടുള്ള അക്ബർ, മുഗൾ സാമ്രാജ്യം കണ്ട ഏറ്റവും വലിയ രാജാവാണ് അക്ബർ. അപ്പോൾ ഈ അക്ബർ അദ്ദേഹത്തിൻ്റെ കോർട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ടാൻസൻ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് അക്ബറിന് ഓരോ ഏരിയയിലും പ്രധാനപ്പെട്ട കുറേ ആർട്ടിസ്റ്റുകളെ കൂട്ടി ഒരു 9 പേര്, അക്ബറിൻ്റെ 9 ജെംസ് അല്ലെങ്കിൽ നവരത്നാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അക്ബറിനുണ്ടായിരുന്നു. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ചന്ദ്രഗുപ്ത രാജാവിനെ പറ്റി പഠിക്കും. വിക്രമാദിത്യ എന്നുള്ള പേര് അഡോപ്റ്റ് ചെയ്ത. അപ്പോൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു നവരത്നാസ്. കുറേ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനികൾ ഈ അക്ബറും വിക്രമാദിത്യ രാജാവായിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ നവരത്നാസിലെ ഏറ്റവും പ്രധാനികളിൽ ഒന്നായിരുന്നു ആര്? ടാൻസൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് മിയാൻ എന്നൊരു പേര് കിട്ടിയത്. മിയാൻ മീൻസ് മാസ്റ്റർ. നമുക്കറിയാം മുഗൾസിൻ്റെ കോഡ് ലാംഗ്വേജ് എന്തായിരുന്നു? പേർഷ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ലാംഗ്വേജിലാണ് അവർക്ക് കൂടുതലും ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അക്ബർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാനമാണ് എന്ത്? മാൻസബ്ദാർ. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു സാട്ട് ആൻഡ് സവാർ റാങ്കിങ്ങിനനുസരിച്ചുള്ള മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഇത്രത്തോളം റാങ്കുള്ള ഒരു മാൻസബ്ദാർ ആയിരുന്നു ആര്? മിയാൻ ടാൻസൻ അല്ലെങ്കിൽ രാംതാനു പാണ്ഡെ. അപ്പോൾ അക്ബറിൻ്റെ ഏറ്റവും കൂടുതൽ മാൻസബ്ദാരി റാങ്കുള്ള വ്യക്തി ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ആരാണ് അക്ബറിൻ്റെ മാൻസബ് സപ്ത് ഹസാർ 7000 റാങ്കുള്ള മാൻസബ്ദാരി ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മെഡ്ടെക് മിത്ര ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ്. മെഡിക്കൽ ടെക്നോളജി, അതാണ് മെഡ്ടെക്. ഈ മെഡിക്കൽ ടെക്നോളജി മെഡ്ടെക് മിത്ര വാർത്തയിൽ വരാൻ കാരണം ആ ഒരു ഇനീഷ്യേറ്റീവ് മൻസുഖ് മാണ്ഡവീയ എന്ന് പറയുന്ന നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും 2 പോർട്ട്ഫോളിയോ ആണുള്ളത്. ഒന്ന് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, 2 കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഈ ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമ റിലേറ്റഡ് സാധനങ്ങളൊക്കെ വരുന്നത് ഈ മിനിസ്റ്ററുടെ കീഴിലാണ് കേട്ടോ. കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന പോർട്ട്ഫോളിയോസ്? നിലവിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, എന്താണ് ഈ മെഡ്ടെക് മിത്ര? ഇതൊരു ഓൺലൈൻ പോർട്ടലാണ്.
ഈ ഓൺലൈൻ പോർട്ടൽ ഈ മെഡിക്കൽ ടെക്നോളജിയിൽ വരുന്ന ഇന്നോവേഷൻസിന് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡേറ്റാസ്, മറ്റു കാര്യങ്ങൾ, അതിന് വേണ്ട കുറച്ച് റെഗുലേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റ്സ്, മറ്റു കാര്യങ്ങൾ അതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതുപോലെ പുതുതായി വരുന്ന പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് മെഡ്ടെക് മിത്ര. ഈ മെഡ്ടെക് മിത്ര കോർഡിനേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് ICMR, നമുക്കറിയാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. 2 CDSCO, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. 3 നമ്മുടെ നിതി ആയോഗ്. എന്ന് പറയുമ്പോൾ നിതി ആയോഗിൻ്റെ ഓവറോൾ ഗൈഡൻസിൽ ആണ് ICMRഉം CDSCOയും ഈ ഒരു പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിതി ആയോഗിന് ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഒരു തവണ CGL ചോദിച്ച ചോദ്യമാണ് അടൽ ഇന്നോവേഷൻ മിഷൻ. ഇറ്റ് വാസ് ലോഞ്ച് ബൈ നിതി ആയോഗ്. ഓക്കെ, അപ്പം നമുക്ക് ബ്രീഫായിട്ട് ICMRനെ പറ്റി കാണാം. എന്താണ് ICMR? ഇറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്, ഇന്ത്യയിലുള്ളൊരു അപ്പെക്സ് ബോഡിയാണ്, ഏറ്റവും ഉന്നത തലത്തിലുള്ള ബോഡിയാണ്. എന്തിന്? ഫോർമുലേഷൻ, കോർഡിനേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ബയോ മെഡിക്കൽ റിസർച്ച്. അതായത് മെഡിക്കൽ റിസർച്ച് ഫീൽഡിലെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന ബോഡിയാണ് ICMR. അത് ഫണ്ട് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിക്കാം. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതിൻ്റെ മിനിസ്റ്റർ ആരാണ്? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ആരാണ്? മൻസുഖ് മാണ്ഡവീയ. ICMRൻ്റെ ഡയറക്ടർ ആരാണ് ഇപ്പോൾ? ശ്രീ രാജീവ് ബഹൽ. നിലവിലെ ICMRൻ്റെ ഡയറക്ടറാണ് രാജീവ് ബഹൽ. ഓക്കെ, ICMR എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കാം ഏത് വർഷമാണ് ഫോം ചെയ്തതെന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 1911 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഫോം ചെയ്ത IRFA ആണ് ആക്ച്വലി ICMRൻ്റെ ഒരു മുൻ രൂപം. IRFA സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ. പിന്നീട് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി 1949 ICMR ആയി മാറിയത്. ഓക്കെ, ICMRന് ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പല കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രഡീഷണൽ മെഡിസിനുകളെ പറ്റി പഠിക്കാൻ വേണ്ടി കർണാടകയിലെ ബെലഗാവിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ എൻവയോൺമെൻറ്റൽ ഹെൽത്ത്, അതായത് പരിസ്ഥിതിയുടെ ഹെൽത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഭോപ്പാലിലുള്ള ഏജൻസിയും അവരുടേതാണ്. ട്യൂബർകുലോസിസിനെ പഠിക്കാൻ വേണ്ടി ചെന്നൈയിലുള്ള ഏജൻസിയും അവരുടേതാണ്. അങ്ങനെ അവർക്ക് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒരു ഗവൺമെൻറ് സ്കീമാണ്. എന്താണ് ഗവൺമെൻറ് സ്കീമിൻ്റെ പേര്? ആ ഗവൺമെൻറ് സ്കീമിൻ്റെ പേര് PM ജന്മൻ എന്നാണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഹാസ് ഇനീഷ്യേറ്റഡ് ആൻ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ ഫോർ PM ജന്മൻ. അതായത് PM ജന്മൻ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിൻ്റെ കീഴിൽ വന്ന വേറൊരു ഇനീഷ്യേറ്റീവാണ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ. അത് ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ആരാണ്? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്? ഈ PM ജന്മനിലുള്ള IEC ഇനീഷ്യേറ്റീവിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ് PVTGs എന്ന് നമ്മൾ കണ്ടു. ഇവരുടെ ഹാബിറ്റേഷനിലേക്ക് ഏകദേശം 22,000 പേര് വരുന്ന ഇവരിലേക്ക് കൂടുതൽ ഫെസിലിറ്റീസ് എത്തിക്കുക, അവിടുത്തെ റോഡ് കൺസ്ട്രക്ഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, മറ്റുള്ള കാര്യങ്ങൾ, ബേസിക് ഫണ്ടമെൻ്റൽ ഫെസിലിറ്റീസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ IEC ക്യാമ്പയിൻ ഉള്ളത്. അപ്പോൾ ഈ IEC ക്യാമ്പയിൻ വരുന്നത് ഏത് ഇനീഷ്യേറ്റീവിൻ്റെ കീഴിലാണ്? PM ജന്മൻ ഇനീഷ്യേറ്റീവിൻ്റെ കീഴിലാണ് അല്ലേ? PM ജന്മൻ സ്റ്റാൻഡ്സ് ഫോർ പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ഈ ജൻജാതി എന്നുള്ള ടേം വരുമ്പോൾ തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. അതെന്താണ്? അതൊരു ആദിവാസി റിലേറ്റഡ് ടേമാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് റിലേറ്റഡ് ടേമാണ്. ഓക്കെ, ഈ ജൻജാതിയായിട്ട് നമ്മൾ കേട്ടുള്ളൊരു പേര് ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ്. ഓക്കെ, ജൻജാതീയ ഗൗരവ് ദിവസ് എല്ലാ വർഷവും നവംബർ 15 അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ട്രൈബൽ ലീഡറാണ് ബിർസ മുണ്ട. നമ്മുടെ മുണ്ട റീബെല്ലിയനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട മുണ്ടാസിൻ്റെ നേതാവായിരുന്നു ബിർസ മുണ്ട. ഓക്കെ, ഈ ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറിയാണ് നവംബർ 15 നമ്മൾ ജൻജാതീയ ഗൗരവ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ 2023 ഇക്കഴിഞ്ഞ 2023 നവംബർ 15 നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്ത സ്കീമാണ്. ആ ഒരു ദിവസം ലോഞ്ച് ചെയ്ത സ്കീമാണ് PM ജന്മൻ, ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. ലോഞ്ച് ചെയ്ത ലൊക്കേഷൻ നിങ്ങളോട് ചോദിക്കാം. ജാർഖണ്ഡിലുള്ള ഖുന്തി ഡിസ്ട്രിക്റ്റിലാണ്, ജാർഖണ്ഡിലെ ഖുന്തി ജില്ലയിലാണ് അത് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആണ്. എന്താണ്? PVTGകളുടെ പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക.
ഓക്കെ, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഫെസിലിറ്റീസ് പതുക്കെ പതുക്കെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന 2011 സെൻസസ് ആണ്. ഓരോ 10 വർഷം സെൻസസ് വരേണ്ടതാണ്. 2021 കോവിഡ് കാരണം സെൻസസ് നടന്നില്ല. ഇനി സെൻസസ് വരാൻ കുറച്ച് വർഷങ്ങൾ എടുക്കും. 2026 അടുത്ത സെൻസസ് നമ്മൾ നടക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴും നമ്മളുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക്, നിങ്ങൾക്ക് വരാൻ പോകുന്ന SSC പരീക്ഷകൾക്കോ അല്ലെങ്കിൽ RRB പരീക്ഷകൾക്കോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫാക്റ്റുകൾ 2011 സെൻസസിൽ നിന്നുള്ളതായിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, SC പോപ്പുലേഷൻ, ST പോപ്പുലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്. ആസ് പെർ 2011 സെൻസസ് ഇന്ത്യയിലുള്ള ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ പോപ്പുലേഷൻ 10.45 കോടിയാണ്, 10.45 crores. ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബുകളിൽ 75 കമ്മ്യൂണിറ്റികളെ, ഈ പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബുകളിൽ 75 കമ്മ്യൂണിറ്റികളെ നമ്മൾ PVTGs ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള 18 സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കേന്ദ്രഭരണ പ്രദേശം, ആ യൂണിയൻ ടെറിട്ടറി ആണ് ഇത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അങ്ങനെ 18 സ്റ്റേറ്റ്സ് ആൻഡ് 1 യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുമുള്ള 75 കമ്മ്യൂണിറ്റികളെയാണ് PVTGs എന്ന് പറയുന്നത്. PVTGs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷെഡ്യൂൾഡ് ട്രൈബുകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർ, അതായത് ഇന്ത്യയുടെ പോപ്പുലേഷനിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഷെഡ്യൂൾഡ് ട്രൈബ്. അവരിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരാണ് PVTGs. അപ്പോൾ നമ്മുടെ കേരളത്തിലും കുറച്ച് PVTGs ഉണ്ട്. അവരുടെ പേര് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കേരളത്തിൽ നിന്നുള്ള PVTGs ആരൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. 10ാമത്തെ ചോദ്യം, ഒരു റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്. എന്താണത്? മാഗ്നെറ്റാർസ്. നിങ്ങൾ സ്റ്റാറിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ മാഗ്നെറ്റാർ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് വാർത്തയിൽ വരാൻ കാരണം നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി വേവ് ലെങ്ത് ഒബ്സർവേറ്ററിയാണ് ആസ്ട്രോസാറ്റ്. അപ്പോൾ ആസ്ട്രോസാറ്റ് കുറേ ഒബ്സർവേഷൻസ് നടത്തി എന്ന് പറഞ്ഞാൽ ആസ്ട്രോസാറ്റിനെ പറ്റി എന്നാണ് ലോഞ്ച് ചെയ്തത്, അതിൻ്റെ ലോഞ്ച് വെഹിക്കിളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ മൾട്ടി വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ പല പല വേവ് ലെങ്ത്തിൽ അത് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമ്മുടെ അടുത്തുള്ള ഒരു മാഗ്നെറ്റാറിൽ നിന്നും വന്ന എക്സ്റേ വേവുകളെ, എക്സ്റേ ബേസ്റ്റുകളെ ഡിറ്റക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? വാട്ട് ഈസ് എ മാഗ്നെറ്റാർ? മാഗ്നെറ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറാണ്, ഒരു തരം നക്ഷത്രമാണ്. മാഗ്നെറ്റാർസ് ആർ ന്യൂട്രോൺ സ്റ്റാർസ്. എന്താണ് ന്യൂട്രോൺ സ്റ്റാർസ്? നമുക്ക് കാണാം. ദേ ഹാവ് അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം നമ്മുടെ എർത്തിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലേ. ഇവർ പറയുന്നത് നമ്മുടെ എർത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും 1 quadrillion ടൈംസ് ആണ് ഒരു മാഗ്നെറ്റാറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറയില്ല. ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1,00,000 കോടിയാണ്. ഇൻറ്റു 1000 ആണ് എത്ര? 1 quadrillion. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എർത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും എത്രത്തോളം സ്ട്രോങ് ആണ് ഒരു മാഗ്നെറ്റാറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നെറ്റാർസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ട് എന്ന് ആദ്യം പ്രൊപ്പോസ് ചെയ്യപ്പെട്ടത് 1992 ആ പ്രൊപ്പോസ് ചെയ്തവരുടെ പേര് ചോദിക്കാം. റോബർട്ട് ഡങ്കൺ ആൻഡ് ക്രിസ്റ്റഫർ തോംസൺ. ഈ 2 പേരാണ് മാഗ്നെറ്റാർസ് എന്ന് പറയുന്ന ന്യൂട്രോൺ സ്റ്റാർസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റാറിൻ്റെ തുടക്കവും അതിൻ്റെ ഒടുക്കവും നോക്കിക്കഴിഞ്ഞാൽ അതിന് വരുന്ന മാറ്റങ്ങളെ ഡിറ്റർമിൻ ചെയ്യുന്ന സാധനം അതിൻ്റെ മാസാണ്. അതിന് എത്രത്തോളം, ഇപ്പോൾ നമ്മുടെ സൺ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണല്ലേ, അപ്പോൾ അതിന് എത്രത്തോളം മാസ് ഉണ്ടോ അതിനനുസരിച്ച് ആ സ്റ്റാർ പല പല ഫേസുകളിലൂടെ കടന്നു പോകും. ഒരു നെബ്യൂലയിൽ തുടങ്ങി ഒരു ആവറേജ് സ്റ്റാർ ആണെങ്കിൽ, താരതമ്യേന മാസ് കുറഞ്ഞ സ്റ്റാർ ആണെങ്കിൽ ഒടുവിൽ അതൊരു വൈറ്റ് ഡ്വാർഫ്, വെള്ളക്കുള്ളൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ആ സ്റ്റേജിലേക്ക് എത്തും. ഒരു നെബ്യൂളയിൽ തുടങ്ങി അതൊരു മാസീവ് സ്റ്റാർ ആണെങ്കിൽ, നമ്മുടെ സണ്ണിനേക്കാളും നമുക്ക് ഒരുപാട് വെയിറ്റ് കൂടിയൊരു മാസീവ് സ്റ്റാർ ആണെങ്കിൽ അത് അവസാനം ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. എന്താണ് ന്യൂട്രോൺ സ്റ്റാർസ് എന്ന് പറയാം. ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ പ്രൈമറിലി അതിൻ്റെ അകത്തുള്ള സാധനം എന്താണ്? ന്യൂട്രോൺസ് തന്നെയാണ്. അതിൻ്റെ ഡയമീറ്റർ ടിപ്പിക്കലി വലിപ്പം ആലോചിക്കുക. ഇമാജിൻ ഡയമീറ്റർ ഈസ് അറൗണ്ട് 20 kilometers. അതിൻ്റെ മാസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 1.18 to 1.97 ടൈംസ് ദാറ്റ് ഓഫ് അവർ സൺ. നമ്മുടെ സൂര്യനേക്കാളും ഓൺ ആൻ ആവറേജ് 1.35 ടൈംസ് ആണ് ഈ ന്യൂട്രോൺ സ്റ്റാർസിൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അവസാനം എനർജി ഇല്ലാതെ ചുരുങ്ങി 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 ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും. എന്നാൽ ചില മാസീവ് സ്റ്റാറുകൾ അവിടെ നിൽക്കില്ല, അത് വീണ്ടും കൊളാപ്സ് ചെയ്യും. അങ്ങനെ അത് ബ്ലാക്ക് ഹോളായിട്ട് മാറും. നമ്മൾ
നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ബ്ലാക്ക് ഹോളിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ, സാജിറ്റേറിയസ് ഇല്ലേ? അപ്പോൾ ഇതാണ് ഒരു സ്റ്റാറിൻ്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൽ ഹെവി സ്റ്റാറുകളാണെങ്കിൽ ഇറ്റ് ക്യാൻ ബിക്കം എ ന്യൂട്രോൺ സ്റ്റാർ, കുറച്ചുകൂടെ മാസം ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഈവൻ ബിക്കം എ ബ്ലാക്ക് ഹോൾ. അപ്പോൾ ഈ ന്യൂട്രോൺ സ്റ്റാറുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് വളരെ കൂടിയ ഒരു കാറ്റഗറി വിളിക്കുന്ന പേരാണ് മാഗ്നെറ്റാർ. അങ്ങനെ ഒരു മാഗ്നെറ്റാറിൽ നിന്നും വന്ന ഒരു റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്തു ഇന്ത്യയുടെ ആസ്ട്രോസാറ്റ്. ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ ആസ്ട്രോസാറ്റ്. അടുത്തത് വീർ ബാൽ ദിവസ്. വീർ ബാൽ ദിവസ് പേര് പറയുന്ന പോലെ തന്നെ വീരന്മാരായ 2 ബാലന്മാരെ അവരുടെ സാക്രിഫൈസിനെ നമ്മൾ പ്രത്യേകിച്ച് സിഖുകാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് വീർ ബാൽ ദിവസ്. ഓക്കെ, 2022 കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇനി മുതൽ എല്ലാ ഡിസംബർ 26 26th December വിൽ ബി സെലിബ്രേറ്റഡ് ആസ് വീർ ബാൽ ദിവസ്. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം നമ്മുടെ സിഖ് ഗുരുവായിട്ടുണ്ടായിരുന്ന ഗുരു ഗോബിന്ദ് സിംഗ്, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മുഗളന്മാരുടെ കയ്യിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഇളയ 2 മക്കളുടെ ആ ഒരു സുപ്രീം സാക്രിഫൈസിനെയാണ് വീർ ബാൽ ദിവസ് എന്നുള്ള പേരിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഗുരു ഗോബിന്ദ് സിംഗ്? വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗുരു ഗോബിന്ദ് സിംഗ് ആരാണ്? ദ 10th സിഖ് ഗുരു ആണ്. അപ്പോൾ വീർ ബാൽ ദിവസ് ഏത് റിലീജിയൻ്റെ ഫെസ്റ്റിവൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഖ് റിലീജിയൻ്റെ ഫെസ്റ്റിവലാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾസും സിഖുകളും തമ്മിലുള്ള ആ ഒരു യുദ്ധം നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടന്നത് ഡിസംബർ 1705 ചംകൂർ സാഹിബ് അല്ലെങ്കിൽ ചംകൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കിടന്ന ആ ഒരു യുദ്ധത്തിന് 1705 ഡിസംബറിൽ നടന്ന യുദ്ധത്തിന് വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ചംകൂർ എന്നാണ്. അപ്പോൾ ഇത് ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തത്? നമ്മുടെ 10ാമത്തെ ഗുരുവായിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗ്, അദ്ദേഹം ഫോം ചെയ്തതാണ് കൽസ, സിഖ് വാരിയേഴ്സ്. അപ്പോൾ ഈ സിഖ് കൽസ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗുരു ഗോബിന്ദ് സിംഗ് ആൻഡ് മുഗൾ ഫോഴ്സുകളെ അന്ന് ലീഡ് ചെയ്ത് അവരുടെ ഒരു ഗവർണറായിരുന്ന വാസിർ ഖാൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം സർഹിന്ദിൻ്റെ ഗവർണറായിരുന്നു തോന്നുന്നു. ഓക്കെ, അതെ, അദ്ദേഹം സർഹിന്ദിൻ്റെ ഗവർണറായിരുന്നു വാസിർ ഖാൻ. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള സൊറാവർ സിംഗ്, സൊർവാർ സിംഗ് ആൻഡ് സഹിബ്സാദ ഫത്തേ സിംഗ്, ഈ 2 കുട്ടികളെയും അവരുടെ ഗ്രാൻഡ് മദറിനെയും പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ജീവനോടെ അവർക്ക് ചുറ്റും ബ്രിക്ക് വെച്ച് പണിത് അവരെ അങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഖ് ഹിസ്റ്ററിയിൽ നമ്മുടെ SSC RRB പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കാറുള്ള കുറച്ച് ഫാക്റ്റുകളുണ്ട്. അതിൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം 1606 വർഷം 5th സിഖ് ഗുരു ആയിരുന്ന ഗുരു അർജുൻ സിംഗ് വാസ് എക്സിക്യൂട്ടഡ് ബൈ ജഹാംഗീർ. അതായത് ജഹാംഗീർ മുഗൾ രാജാവായി, അദ്ദേഹത്തിൻ്റെ മകനും രാജാവാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മകനെ ഗുരു അർജുൻ ദേവ് സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ മകനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജഹാംഗീർ എക്സിക്യൂട്ട് ചെയ്തു ആരെ? ദ 5th സിഖ് ഗുരു അർജുൻ ദേവിനെ. അങ്ങനെ മുഗൾസിന്റെ കൈ കൊണ്ട് ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന സിഖ് ഗുരു ആണ് ദ 5th സിഖ് ഗുരു അർജുൻ ദേവ്. ഓക്കെ, ഇനി വർഷം 1675. 1675 9ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു തേജ് ബഹദൂർ, അദ്ദേഹം ഔറംഗസേബിന്റെ ചില റിലീജിയസ് പോളിസിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുകൊണ്ട് ഔറംഗസേബ് അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ മുഗൾ രാജാക്കന്മാരുടെ കൈകൊണ്ട് മരിക്കുന്ന 2ാമത്തെ സിഖ് ഗുരു ആണ് 9th സിഖ് ഗുരു തേജ് ബഹദൂർ. ഈ ഗുരു തേജ് ബഹദൂറിന്റെ മകനായിട്ടുള്ള നമ്മൾ പറഞ്ഞ ഗുരു ഗോബിന്ദ് സിംഗ്, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം 10ാമത്തെ സിഖ് ഗുരു ആയപ്പോൾ ഒരു സിഖ് വാരിയേഴ്സിന്റെ ഗ്രൂപ്പിന് ഫോം ചെയ്തു. അതാണ് ഏത്? ഖൽസ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മരണവും പിന്നീട് അങ്ങോട്ട് 1708 മുഗൾസ് അയച്ച അസാസിൻസിന്റെ കൈകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിലൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. മുഗൾസ് ആണോ അയച്ചത് അല്ലയോ എന്നുള്ള ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 5ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള അർജുൻ ദേവ്, 9ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു തേജ് ബഹദൂർ, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള 10ാമത്തെ ആൻഡ് ദ ലാസ്റ്റ് ഹ്യൂമൻ സിഖ് ഗുരു ഗോബിന്ദ് സിംഗ്. ഗുരു ഗോബിന്ദ് സിംഗിന്റെ മരണത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് മനുഷ്യന്മാർ സിഖ് ഗുരുസ് ആയിട്ടില്ല. ഇപ്പോൾ നിലവിലെ സിഖ് ഗുരു 10ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു ഗോബിന്ദ് സിംഗിന്റെ 1708 മരണത്തിന് ശേഷം സിഖുകളുടെ ഹോളി ബുക്കായിട്ടുള്ള ഗുരു ഗ്രന്ഥ് സാഹിബാണ് സിഖ് ഗുരു. അപ്പൊ പിന്നീട് അങ്ങോട്ട് മനുഷ്യന്മാരല്ല സിഖ് ഗുരുക്കൾ. ഓക്കെ, ഇത്തരം ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഫാക്റ്റാണ് ഈ സിഖ് ഗുരുസിനെ പറ്റി. കേട്ടോ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഫ്രഞ്ച് റിപ്പബ്ലിക്. നമ്മൾ നേരത്തെ ഇറ്റാലിയൻ റിപ്പബ്ലിക് കണ്ടു.
നിങ്ങളെല്ലാവരും ഡങ്കി എന്നുള്ള പടത്തിനെ പറ്റി കേട്ടുകാണല്ലേ? ഷാരൂഖ് ഖാൻ, രാജ്കുമാർ ഹിറാനി, ഡങ്കി. ഡങ്കി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒറിജിൻ ഡോങ്കി ഫ്ലൈറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ്. ഡോങ്കി ഫ്ലൈറ്റ്. ഈ ഡോങ്കി ഫ്ലൈറ്റിന് ഫേമസ് ആക്കിയത് ഇന്ത്യയുടെ പഞ്ചാബ്, ഗുജറാത്ത് ഭാഗത്തു നിന്നുള്ള ഇമിഗ്രൻസ് ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ US അല്ലെങ്കിൽ UK ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്നും നേരെ അങ്ങോട്ട് പോകാനുള്ള ഡോക്യുമെൻ്റ് അവർക്ക് കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഇവർ ഇന്ത്യയിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക്, ഒരു ചെറിയ അധികം നോട്ടീസ് ചെയ്യപ്പെടാത്ത രാജ്യത്തേക്ക്, ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നവരാണെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യത്തേക്കോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യത്തേക്കോ പോകും. അതിനൊരു ഉദാഹരണമാണ് ഈ നിക്കരാഗ്വ എന്ന് പറയുന്ന ടെറിട്ടറി. അങ്ങോട്ട് പോകും. അവിടെ നിന്ന് നമ്മുടെ കോമറേഡ് ഇൻ അമേരിക്ക സിനിമയിൽ ദുൽഖർ പോകുന്ന പോലെ ഇവർ ഇല്ലീഗലായിട്ട് എങ്ങനെയെങ്കിലും US പോകാൻ ശ്രമിക്കും. UK പോകുന്നവരും ഇത് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സിനിമയാണ് ഇത് നമ്മുടെ ഡങ്കി. അപ്പോൾ നിങ്ങളിപ്പോൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, ഗുജറാത്തിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിൽ നിന്നും അങ്ങനെ ഒരു ഫ്ലൈറ്റ് കയറി പോയി. എങ്ങോട്ട് പോയി? ദേ വെന്റ് ടു നിക്കരാഗ്വ. അങ്ങനെ നിക്കരാഗ്വയിലേക്ക് പോയ ഫ്ലൈറ്റ് അവരുടെ റീഫ്യൂവലിങ്ങിനോ മറ്റോ ഫ്രാൻസിൽ നിർത്തേണ്ടി വന്നു. അങ്ങനെ ഫ്രഞ്ച് അതോറിറ്റീസിന് ഒരു ടിപ്പ് ഓഫ് കിട്ടി. എന്ത്? ഇറ്റ് ഈസ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്താണ്. ഇല്ലീഗലി US എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു ഫ്ലൈറ്റാണിത്. നിക്കരാഗയിൽ നിന്നും കരമാർഗവും മറ്റോ അവർ US ആൾക്കാരെ കടത്തുകയാണ്. അങ്ങനെ ഫ്രാൻസ് ആ ഫ്ലൈറ്റ് പിടിച്ചു നിർത്തി അത് തിരിച്ചു വിട്ടു. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് നിങ്ങളൊരു വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത അതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2023 മാത്രം US റിലീസ് ചെയ്ത ഡേറ്റ വെച്ച് 2023 മാത്രം 96,917 ഇന്ത്യക്കാർ, 96,917 ഇന്ത്യക്കാർ, ഏകദേശം 1 ലക്ഷം ഇന്ത്യക്കാർ US ഇല്ലീഗലി കടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പോപ്പുലേഷൻ 150 കോടിയുടെ മുകളിലുള്ളത് കൊണ്ട് 1 ലക്ഷം പോകുന്നത് നമ്മൾ അറിയാത്തതാണ്. എന്നാലും ഇറ്റ് ഈസ് എ ഹ്യൂജ് നമ്പർ. കേട്ടോ? ഇത് ഈ ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടാതെയാണ്, ഇല്ലീഗൽ മൈഗ്രേഷൻ മാത്രമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫ്രാൻസ് തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു. നിക്കരാഗ്വയെക്കാളും കൂടുതൽ വാർത്തകളിൽ കാണുന്നത് ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രാൻസിനെ പറ്റി അറിയണം. ഫ്രാൻസ് എവിടെയാണ്? യൂറോപ്പിലെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും മെഡിറ്ററേനിയൻ സീയുടെയും ഒക്കെ നടുക്കായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിനെ ബോർഡർ ചെയ്യുന്ന ഇംഗ്ലീഷ് ചാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ചാനൽ, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ബേ ഓഫ് ബിസ്കേ. ഈ വാട്ടർ ബോഡീസ് ഒക്കെ നിങ്ങളോട് ചോദിക്കാം. ബേ ഓഫ് ബിസ്കേ അല്ലെങ്കിൽ നോർത്ത് സീ. ഈ 3 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഫ്രാൻസിന് മെഡിറ്ററേനിയൻ സീ ആയിട്ടും ഒരു ബോർഡർ ഉണ്ട്. ഫ്രാൻസിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇഫ് യു കൗണ്ട് റഷ്യ, ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ഈസ് റഷ്യ. പക്ഷേ റഷ്യ യൂറോപ്പിലെ ഏഷ്യയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ മാത്രം കിടക്കുന്ന ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ഏതാണ്? അതാണ് ഉക്രൈനാണ് യൂറോപ്പിനകത്തുള്ള, യൂറോപ്പ് എന്ന കോണ്ടിനെന്റിൽ മാത്രമുള്ള ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ്. വെസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഫ്രാൻസ്. ഓക്കെ, വെസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഫ്രാൻസ്. അവരുടെ ഒരുപാട് രാജ്യങ്ങളായിട്ട് ടെറിട്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ വെസ്റ്റേൺ യൂറോപ്പ്. ഫാക്റ്റുകൾ നമ്മൾ അറിയണം. ക്യാപിറ്റൽ എന്താണ്? പാരീസ് ആണ്. പ്രസിഡന്റ് ആരാണ്? കുറച്ച് വർഷങ്ങളായിട്ട് ഫ്രാൻസിന്റെ സ്ട്രോങ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇവരും യൂറോപ്യൻ യൂണിയനിലെ മെമ്പറാണ്. ഇവർ ഉപയോഗിക്കുന്ന കറൻസി ഏതാണ്? യൂറോയാണ്. ഫ്രാങ്ക് എന്ന് പറയുന്ന കറൻസി, FARNC, ചില ഫ്രഞ്ച് കോളനികളിലും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടെറിട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫ്രാങ്ക്. ഓക്കെ, അപ്പോൾ യൂറോയാണ് ഫ്രാൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. എൻവയോൺമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്, പോളിറ്റി കവർ ചെയ്യുന്നുണ്ട്, ജോഗ്രഫി കവർ ചെയ്യുന്നുണ്ട്, എക്കണോമി കവർ ചെയ്യുന്നുണ്ട്. എന്താണ് പോങ്ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി വാർത്തയിൽ വരാൻ കാരണം? ഈ പോങ്ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ഏരിയ, ആ 1 കിലോമീറ്റർ ഏരിയനെ നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഫോർ എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് എന്തായിട്ട് പ്രഖ്യാപിച്ചു? ഒരു എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ ഏരിയനെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള ആക്ടിവിറ്റീസിന് കുറേ ലിമിറ്റേഷൻ വരും. വലിയ ബിൽഡിംഗ് പണിയുന്നതിന് ലിമിറ്റേഷൻ വരും. മറ്റുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിന് ലിമിറ്റേഷൻ വരും. അപ്പോൾ ആ ഏരിയനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അതിനൊരു എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചത്. ഈ പോങ് ഡാം, പേര് പറയുന്ന പോലെ തന്നെ പോങ് ഡാം അല്ലെങ്കിൽ പോങ് റിസർവോയർ, ഇന്ന് അറിയപ്പെടുന്ന പേര് മഹാറാണ പ്രതാപ് സാഗർ എന്നാണ്. നിങ്ങൾ മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന രാജാവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും, രജ്പുത് രാജാവിനെ പറ്റി. ഈ
പോങ് റിസർവോയർ അല്ലെങ്കിൽ പോങ് ഡാം അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ എന്ന് പറയുന്ന മനുഷ്യനിർമ്മിതമായ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. അപ്പോൾ പോങ് ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ആപ്പിളിന് ഫേമസ് ആയിട്ടുള്ള കാംഗ്ര ഡിസ്ട്രിക്റ്റിലാണ്. കാംഗ്ര, കുളു, മനാലിയൊക്കെ നിങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കും. അവിടെയാണ് മഹാറാണ പ്രതാപ് സാഗർ. ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്ന ഇൻഡസിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയായ ബിയാസ് റിവറിലാണ് 1975 ഈ ഡാം പണിതത്. എന്നിട്ട് മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന രാജാവിൻ്റെ പേരിൽ അത് അറിയപ്പെട്ടു. അപ്പോൾ ഇൻഡസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറികൾ ഏതൊക്കെയാണ്? ഇൻഡസ് അല്ലെങ്കിൽ സിന്ധുവിൻ്റെ നമുക്കറിയാം, ജേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ പഠിക്കും വിതസ്ത, അസ്കിനി, പരിഷിനി, വിഭാസ, സുദോശ്രു അല്ലെങ്കിൽ സുദുദ്രു എന്നറിയപ്പെടുന്ന നദികൾ എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ നദികളുടെ വാട്ടർ യൂസേജിനെ പറ്റി ഒന്ന് പാകിസ്ഥാനും, ഈ 3 പാകിസ്ഥാനും, ഈ 3 ഇന്ത്യക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പിട്ടത്, ഇന്ത്യയും പാകിസ്ഥാനും. അതിന് മീഡിയേറ്റ് ചെയ്തത് വേൾഡ് ബാങ്കാണ്. അത് ഏത് വർഷമാണ് ഒപ്പിട്ടത് എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ക്ലിയർ അല്ലേ? അങ്ങനെ 1975 ഒരു റിസർവോയർ പണിതു. 1983 ആ ഭാഗത്തിന് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഏത്? പോങ് ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി. കഴിഞ്ഞ വർഷം 1,00,000-ൽ പരം മൈഗ്രേറ്ററി ബേർഡ്സ് വന്നത് ഒരു വാർത്തയായിരുന്നു. ഓക്കെ, 1994 ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? എ വെറ്റ്ലാൻഡ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതായത് ഈ ലേക്കിന് അത്യാവശ്യം പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ് ഇറ്റ് ബിക്കേം പാർട്ട് ഓഫ് ലിസ്റ്റ് എന്താണ്? വെറ്റ്ലാൻഡ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. 2002 അതിനൊരു രാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിച്ചു. ഈ രാംസർ സൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രാംസർ എന്ന് പറയുന്നത് ഇറാനിലുള്ള ഒരു സ്ഥലമാണ്. 1971 കുറേ രാജ്യങ്ങൾ ഇറാനിലുള്ള റാംസറിൽ കൂടി ഒരു കൺവെൻഷൻ ഒപ്പിട്ടു. ആ കൺവെൻഷനാണ് എന്ത്? രാംസർ കൺവെൻഷൻ. ഈ രാംസർ കൺവെൻഷൻ്റെ സബ്ജക്റ്റ് എന്താണ്? വെറ്റ്ലാൻഡ്സ് ആണ്. ഈ ലേക്ക് ഉൾപ്പെടുന്ന, നമ്മുടെ അഷ്ടമുടി കായലും മറ്റൊക്കെ ഉൾപ്പെടുന്ന, നമ്മുടെ വേമ്പനാട് കായൽ ഉൾപ്പെടുന്ന, ശാസ്താംകോട്ട കായൽ ഉൾപ്പെടുന്ന വെറ്റ്ലാൻഡ്സ് ആണ്. ഈ വെറ്റ്ലാൻഡ്സ് എന്താണ്? അവരുടെ പ്രാധാന്യം വളരെ കൂടുതലായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. വെറ്റ്ലാൻഡ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഈ പോങ് ഡാമിന് 1994 പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇത് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ വെറ്റ്ലാൻഡ്സിൻ്റെ ഒരു കളക്ഷനാണ്. ആ കൺവെൻഷനാണ് ഇത്? രാംസർ കൺവെൻഷൻ. 1971 പാർട്ടികൾ ഒപ്പിട്ടു. ഇന്ത്യ 1982 മെമ്പറായത്. ഇന്ത്യയിൽ ഇന്ന് നിലവിൽ ഓർത്തിരിക്കുക 75 രാംസർ സൈറ്റ് ഉണ്ട്. സൗത്ത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ രാംസർ സൈറ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ നിന്ന് 3 ഉണ്ട്. ഏതൊക്കെയാണ്? അഷ്ടമുടി, ശാസ്താംകോട്ട ആൻഡ് വേമ്പനാട്. അഷ്ടമുടി, ശാസ്താംകോട്ട ആൻഡ് വേമ്പനാട്. ക്ലിയർ ആണല്ലോ? അടുത്ത വാർത്ത, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയൊക്കെ പോലെ കേരളത്തിലെ കാസർഗോഡ് ഭാഗത്തുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തൊരു ട്രാജഡിയാണ് എൻഡോസൾഫാൻ. ലീഗലി ബാൻഡ് ആണെങ്കിലും ഇന്നും കർണാടക, സദേൺ പാർട്ട് ഓഫ് കർണാടക അല്ലെങ്കിൽ നോർത്തേൺ പാർട്ട് ഓഫ് കേരളയിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഇല്ലീഗൽ സബ്സ്റ്റൻസ് ആണ് എൻഡോസൾഫാൻ. അപ്പോൾ ഈ അടുത്ത് NGT, നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, നമ്മൾ പല ക്ലാസ്സുകളിൽ കണ്ടതാണ്, 2010 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അവരെന്ത് പറഞ്ഞു? ഇപ്പോഴും ഇല്ലീഗൽ ആൻഡ് അൺസയൻറ്റിഫിക് ഡംപിങ് ഓഫ് എൻഡോസൾഫാൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉപയോഗവും അതിനുശേഷമുള്ള വേസ്റ്റ് ഡംപിങ്ങും നടക്കുന്നുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്ത് കാസർഗോഡിലുള്ള മിഞ്ചിപ്പടവ് എന്ന് പറയുന്ന ഒരു കുന്നിലാണ് അവരിത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ യൂണിയൻ ഗവൺമെൻറ്റിനും കർണാടക ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും നോട്ടീസ് അയച്ചു. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? നിങ്ങൾ എന്താണ് ഇത് ഇല്ലീഗലായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിർത്താത്തത്? ഒരുപാട് ജനങ്ങൾ അനുഭവിച്ചതാണല്ലോ, ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അയച്ചു. ഓക്കെ, എൻഡോസൾഫാൻ എന്താണ്? ഒരു ഓർഗാനോ ക്ലോറൈഡ് ഇൻസെക്ടിസൈഡ് ആണ്. അതായത് ഇൻസെക്റ്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടി 1950 മുതലേ ഉപയോഗിച്ച ഒരു ഓർഗാനോ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറിൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഈ എൻഡോസൾഫാൻ അറിയപ്പെടുന്നത് അതിൻ്റെ ട്രേഡ് നെയിം എന്താണ്? തിയോഡാൻ. നിങ്ങൾ തിയോഡാൻ എന്നും കേട്ടിട്ടുണ്ടാവും. സാധനം എൻഡോസൾഫാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ന്യൂറോ ടോക്സിസിറ്റി ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്.
ആൾക്കാരുടെ കൈ കാല് ശരീരത്തിൻ്റെ ഷേപ്പൊക്കെ മാറുന്ന ഫിസിക്കൽ ഡിഫോമിറ്റീസും അതിൻ്റെ ഏറ്റവും മോശം എഫക്റ്റ് അതാണ്. ഓക്കെ, ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് 1950കളിൽ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ കാസർഗോഡിൽ 1970കൾ മുതൽ 2011 വരെ കാര്യമായിട്ട് അവിടുത്തെ കാഷ്യൂ, കോട്ടൺ, ടീ പാടി കൾട്ടിവേഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത് എൻഡോസൾഫാൻ. 2011 സുപ്രീം കോർട്ട് ഇതിനെ അങ്ങ് ബാൻ ചെയ്തു. സുപ്രീം കോർട്ടിന് ഇതിൻ്റെ ഹാംഫുൾ എഫക്റ്റ് മനസ്സിലായി. സുപ്രീം കോർട്ട് ഇതിനെ അങ്ങ് ബാൻ ചെയ്തു. ഇന്നും നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഈ നിമിഷവും എൻഡോസൾഫാൻ വിക്ടിംസിന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല. യുണൈറ്റഡ് നേഷൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൺവെൻഷൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് എൻഡോസൾഫാൻ. ഏതൊക്കെയാണ് ആ കൺവെൻഷൻ? ഒന്ന്, നെതർലൻഡ്സിലെ റോട്ടർഡാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒപ്പിട്ട റോട്ടർഡാം കൺവെൻഷൻ. 2, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച് ഒപ്പിട്ട സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. നമുക്ക് ഈ കൺവെൻഷൻസിനെ ബ്രീഫായിട്ട് കാണാം. എന്താണ് റോട്ടർഡാം കൺവെൻഷൻ? റോട്ടർഡാം കൺവെൻഷൻ deals with the prior informed consent procedure for certain hazardous chemicals and pesticides in international trade. അതായത് ഇന്റർനാഷണലി കച്ചവടം ചെയ്യുന്ന ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ ഉപയോഗത്തിന് അത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യവും തമ്മിൽ ഒരു പ്രയർ ഇൻഫോംഡ് കൺസെന്റ് വേണം. ഇന്നതാണ് ഉപയോഗിക്കുന്നത്, ഇത്ര ഹസാഡാണ് സാധനം എന്ന് അറിയണം. ഓക്കെ, അത് സൈൻ ചെയ്തത് 1998ലാണ്. ഇന്ത്യ അതിലൊരു പാർട്ടിയാണ്. എന്താണ് രണ്ടാമത്തത്? എന്താണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. അതായത് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണ് ദർ പെർസിസ്റ്റന്റ്, അതായത് ഈസിലി ബയോഡിഗ്രേഡബിൾ അല്ലാതെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ റിമെയിൻ ചെയ്യുന്ന സാധനങ്ങളെയാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റിലേക്ക് ആരെപ്പെടുത്തി? എൻഡോസൾഫാനെ പെടുത്തി. അതായത് നിങ്ങൾ എൻഡോസൾഫാൻ ഇവിടെ പറഞ്ഞ പോലെ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നും പോവില്ല. കാലക്രമേണ നമ്മളിലേക്ക് എത്തും, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. അതിൽ ഏറ്റവും മോശം കണ്ടീഷനാണ് ഈ പറയുന്ന ഫിസിക്കൽ ഡിഫോമിറ്റീസ്, മറ്റ് പല അസുഖങ്ങൾ. ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ സൈൻ ചെയ്തത് 2001ലാണ്. ഇന്ത്യ അതിലും ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യ ഇതിലൊക്കെ ഒരു പാർട്ടിയാണ് അല്ലേ? പ്രധാനപ്പെട്ട 2 കൺവെൻഷൻസിൽ ഇന്ത്യ പാർട്ടിയാണ്. സുപ്രീം കോടതി ഇതിൻ്റെ ഉപയോഗം ബാൻ ചെയ്തതാണ്. കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും ഇതിൻ്റെ ഉപയോഗം ബാൻ ചെയ്തതാണ്. എന്നിട്ടും എന്ത് നടക്കുന്നു? ഇതിൻ്റെ യൂസേജ് നടക്കുന്നു. ക്ലിയർ അല്ലേ? മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവീയ. ഇപ്പോൾ മദൻ മോഹൻ മാളവ്യയെ പറ്റി നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വാർത്തയിൽ വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ 162ാമത്തെ ബർത്ത് ആനിവേഴ്സറിക്ക് അദ്ദേഹത്തിൻ്റെ കുറേ കളക്റ്റഡ് വർക്ക്സ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ റിലീസ് ചെയ്തു. അപ്പോൾ ആരായിരുന്നു പണ്ഡിറ്റ് മദൻ മോഹൻ മാളവീയ? അദ്ദേഹത്തിന് കിട്ടിയിരുന്ന മറ്റൊരു സർനെയിം മഹാമന എന്നായിരുന്നു. അതായത് മഹാമനസ്കൻ, വലിയ മനസ്സുള്ള വ്യക്തി എന്നാണ് എൻ്റെ അർത്ഥം. മഹാമന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം ഡിസംബർ 25, 1861 ഇന്നത്തെ പ്രയാഗ്രാജ്, അലഹബാദിലാണ് ജനിച്ചത്. ഓക്കെ, 1946 നവംബർ 12 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജീവിച്ചിരുന്നില്ല. ഈ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർ 4 times, 4 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എപ്പോഴൊക്കെയാണ്? 1909, 1918, 1932, പിന്നീട് 33. ഈ 33 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ സമയത്താണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ആ സെഷനിൽ അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ആര് വന്നു? നെല്ലി സെൻഗുപ്ത നിങ്ങൾക്കറിയാം. ഷി വാസ് എ ഫോറിനർ, ഒരു ഫോറിനർ ആയിരുന്നു. പിന്നീട് ഇന്ത്യൻ പേര് സ്വീകരിച്ചു, നെല്ലി സെൻഗുപ്ത എന്നുള്ള പേര് സ്വീകരിച്ചു. അവർ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. ഓക്കെ, അങ്ങനെ 1909, 18, 32, 33 കാലഘട്ടങ്ങളിൽ കോൺഗ്രസായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ 1915 അദ്ദേഹം സ്ഥാപിച്ചു എന്ത്? ഹിന്ദു മഹാസഭ. അങ്ങനെ ഹിന്ദു മഹാസഭ വാസ് ഫൗണ്ടഡ് ബൈ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ഇൻ വിച്ച് ഇയർ? 1915, 1915. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ നടന്നത് 1916ലാണ്. ഇന്നത്തെ വാരണാസിയിലുള്ള അല്ലെങ്കിൽ ബനാറസിലുള്ള കാശി, ഇതൊക്കെ ഒരു സ്ഥലമാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാരാണ്? അദ്ദേഹമാണ്. ഓക്കെ, ആനി ബസന്തിൻ്റെയൊക്കെ മറ്റേ സഹായത്തോടെയാണ് അദ്ദേഹം 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 2014 അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കൊടുത്ത് നമ്മുടെ രാജ്യം ഓണർ ചെയ്തു. ഏതാണ് നമ്മുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്?
ഭാരത് രത്ന. ഓക്കെ, അദ്ദേഹത്തിനെ മഹാമന അല്ലെങ്കിൽ ഗ്രേറ്റ് സോൾ എന്ന് വിളിച്ചത് ആരാണെന്ന് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, SSCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നൺ അതർ ദാൻ മഹാത്മാ ഗാന്ധി. ഓക്കെ, ഹി വാസ് ഓൾസോ കോൾഡ് കർമ്മയോഗിൻ. കർമ്മയോഗിൻ, അതായത് വൺ ഹു ഡസ് ഹിസ് വർക്ക് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, അതാണ് കർമ്മയോഗിൻ എന്ന് പറയുന്നത്. ഹി വാസ് ഓൾസോ കോൾഡ് ദ പ്രിൻസ് ഓഫ് ബെഗേഴ്സ്. ഇതൊരു നെഗറ്റീവ് ടൈമിൽ എടുക്കണ്ട. അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു എമൗണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. അദ്ദേഹം ആൾക്കാരിലേക്ക് ഇറങ്ങി റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ട് ആൾക്കാർ ധാരാളം ഡൊണേഷൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസ് ചെയ്ത എമൗണ്ട് വെച്ച് അദ്ദേഹം ഒരുപാട് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തുവരെ അങ്ങനെയുള്ള ഡൊണേഷൻസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഹി വാസ് കോൾഡ് ദ പ്രിൻസ് ഓഫ് ബെഗേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ 1-2 വർക്കാണ്. അപ്പോൾ ആ സമയത്തുള്ള എല്ലാവരും മൾട്ടി ടാലൻ്റ് ആയിരുന്നു നമുക്കറിയാം. എല്ലാവരും ഒക്കെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻസായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടതായിരുന്നു. 1919 അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഏത്? ദ ലീഡർ. ഹു എസ്റ്റാബ്ലിഷ് ദ ന്യൂസ് പേപ്പർ ദ ലീഡർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ, വർഷം 1919. നമ്മുടെ ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്ന പേപ്പറിലെ HT ഹിന്ദുസ്ഥാൻ ടൈംസ്, അതിൻ്റെ ചെയർമാനായിട്ട് 24 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ 46 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ സത്യമേവ ജയതേ എന്ന് പറയുന്ന നമ്മുടെ നാഷണൽ മോട്ടോയിലെ ഈ സത്യമേവ ജയതയെ 1918 കോൺഗ്രസ് സെഷനിൽ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു അഥർവ വേദത്തിലകത്തുള്ള അഥർവ വേദമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഉപനിഷത്താണ് മുണ്ടക ഉപനിഷത്ത്. ഈ മുണ്ടക ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്, സത്യമേവ ജയതേ, ട്രൂത്ത് എലോൺ ട്രയംസ്. അതിന് ഇത്രയും പോപ്പുലറൈസ് ചെയ്ത ആരാണ്? പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ്. പിന്നീട് അത് ഇന്ത്യയുടെ നാഷണൽ മോട്ടോയായി മാറി. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, ഏത് ഉപനിഷത്തിൽ നിന്നാണ്? മുണ്ടക ഉപനിഷത്ത്. അത് ഏത് വേദത്തിൻ്റെ ഭാഗമാണ്? അഥർവ വേദത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോവാം. റെഡ് സീ ഇപ്പോൾ കുറച്ചായിട്ട് വാർത്തയിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് പലസ്തീൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് റെഡ് സീയിലുള്ള ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ റെഡ് സീയിൽ ഇന്ത്യൻ നേവി റെഡ് സീയിലുള്ള ഇന്ത്യൻ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 1-2 കപ്പലുകളെ അവർ ഡിപ്ലോയ് ചെയ്തു. ഏതൊക്കെയാണത്? INS മർമഗോവ, INS കൊച്ചി, INS കൊൽക്കത്ത. ഇതിനെ 3നെയും റെഡ് സീയിലേക്ക് ഇന്ത്യ ഡിപ്ലോയ് ചെയ്തു. എന്തിനാണ്? ഇന്ത്യൻ ഇൻട്രസ്റ്റുകൾ, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റുകൾ, ഇന്ത്യൻ ഷിപ്പുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റെഡ് സീയെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം, ബേസിക് ജോഗ്രഫി ചോദ്യം വരും. റെഡ് സീയുടെ ലൊക്കേഷൻ ഈ മാപ്പിൽ നിന്നും ക്ലിയർ ആണ്. ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ക്ലിയർ ആണല്ലോ. റെഡ് സീയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ അറിയണം. ഒന്ന്, ഗൾഫ് ഓഫ് സൂയസ്. ആ ഗൾഫ് ഓഫ് സൂയസിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ എന്താണ്? ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യനിർമ്മിതമാണ്. അത് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ഈ ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ സീനെയും ആൻഡ് റെഡ് സീ. അപ്പോൾ ക്ലിയർ ആണല്ലോ. നമ്മൾ എന്തിനോർത്തിരിക്കണം? സൂയസ് കനാൽ കണക്ട്സ് മെഡിറ്ററേനിയൻ സീ ആൻഡ് റെഡ് സീ. ക്ലിയർ ആണല്ലോ. അതാണ് സൂയസ് കനാൽ. ഓക്കെ, സൂയസ് കനാലിൻ്റെ പ്രത്യേകത, ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 1869. 1869 കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഇസ്തുമസ്, ഈ ഒരു ലാൻഡ് ഏരിയയിൽ കൂടെ മനുഷ്യനിർമ്മിതമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് പല കൊളോണിയൽ പവറുകളും പല സമയത്ത് ഓൺ ചെയ്ത് ഇപ്പോൾ ഈജിപ്തിൻ്റെ കീഴിൽ വരുന്ന സൂയസ് കനാൽ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് മാരിടൈം റൂട്ട് ടു ഏഷ്യ ഫ്രം യൂറോപ്പ്. അതായത് മെഡിറ്ററേനിയൻ അങ്ങോട്ട് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളാണെന്ന്, ഇങ്ങോട്ട് നമുക്കറിയാം ഏഷ്യൻ രാജ്യങ്ങളാണെന്ന്. അവരെ കണക്ട് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് മാരിടൈം ട്രേഡ് റൂട്ട് ഏതാണ്? സൂയസ് കനാലാണ്. രണ്ടാമത് ചോദിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ആണ്. നമ്മൾ പാക്ക് സ്ട്രെയിറ്റ് എന്നൊക്കെ പറയും. 2 ചെറിയ ഓഷ്യൻ ബോഡീസിനെ കണക്ട് ചെയ്യുന്ന ഒരു നാരോ കണക്ട്, അതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ STRAIT എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ പാക്ക് സ്ട്രെയിറ്റ്, ഇന്ത്യക്ക് താഴെ ശ്രീലങ്ക ഭാഗത്തുള്ള പാക്ക് സ്ട്രെയിറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ റെഡ് സീയുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ട്രെയിറ്റ് ആണ് യമനോട് ചേർന്ന് കിടക്കുന്ന ബാബ് എൽ മാൻഡബ് സ്ട്രെയിറ്റ്. അപ്പോൾ ഏതൊക്കെ കോണ്ടിനെന്റ് തമ്മിലാണ്? ഇവിടെ നമുക്കറിയാം ബിറ്റ്വീൻ ഏഷ്യ, അതായത് ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള അറേബ്യ ആൻഡ് ആഫ്രിക്ക. അത് ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ദ റെഡ് സീ. ഈ പറയുന്ന സ്ട്രെയിറ്റ് കണക്ട് ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ്? ഇറ്റ് കണക്ട്സ് ദ റെഡ് സീ ആൻഡ് ഗൾഫ് ഓഫ് ആഡൻ എന്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്. അപ്പോൾ ലിറ്ററലി ബാബൽ മാൻഡബ് കണക്ട്സ് റെഡ് സീ വിത്ത് ഇന്ത്യൻ ഓഷ്യൻ. ക്ലിയർ ആണല്ലോ. ഈ 3 പോയിന്റ് ക്ലിയർ ആണല്ലോ. അടുത്തത്, റെഡ് സീയുടെ ചുറ്റുമുറമുള്ള രാജ്യങ്ങൾ ചോദിക്കാം. കാരണം
നമ്മുടെ ഉക്രൈൻ യുദ്ധമായിട്ട് ബ്ലാക്ക് സീ വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് സീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ റെഡ് സീ വാർത്തയിലുള്ളതുകൊണ്ട് റെഡ് സീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ചോദിക്കാം. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഈജിപ്ത്, പിന്നെ സുഡാൻ ആൻഡ് എറിട്രിയ. അതായത് റെഡ് സീയുടെ വെസ്റ്റിലേക്ക് ഈ 3 രാജ്യങ്ങളാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് സൗദി അറേബ്യ ആൻഡ് യമൻ. അപ്പോൾ മനസ്സിലായല്ലോ, ഈസ്റ്റും വെസ്റ്റും ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? ഈ ഒരു ഭാഗത്താണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. ഇസ്രായേൽ, പലസ്തീൻ, ജെറുസലേം, ഇതൊക്കെ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, OPEC. എന്താണ് OPEC? ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പെട്രോളിയം പ്രൊഡ്യൂസിങ് കൺട്രീസ് അല്ല, പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതായത് കാര്യമായിട്ട് പെട്രോൾ ഡെപ്പോസിറ്റുകളുണ്ട്. ആ ഡെപ്പോസിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കുറേ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ഇത് OPEC വാർത്തയിൽ വരാൻ കാരണം അങ്കോള എന്ന് പറയുന്ന ഈ ഫിഗർ കാണിക്കുന്നത് OPEC മെമ്പേഴ്സിനെയാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് അങ്കോള. ഇനി അപ്ഡേറ്റഡ് മാപ്പ് വരുമ്പോൾ ഈ അങ്കോള കാണില്ല. കാരണം അങ്കോള ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് ഈസ് ലീവിങ് OPEC എന്ന് മുതൽ 1 ജാനുവരി 2024. അപ്പോൾ വിത്ത് എഫക്റ്റ് ഇപ്പോൾ അങ്കോള OPEC-ലെ ഒരു മെമ്പർ അല്ല. അപ്പോൾ OPEC വിട്ട രാജ്യങ്ങളെ പറ്റി നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 2016 മുതൽ നമ്മുടെ ഇന്തോനേഷ്യ OPEC-ലെ ഒരു മെമ്പർ അല്ല, അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2019 മുതൽ ഖത്തർ ഒരു മെമ്പർ അല്ല. ഈ മാപ്പിൽ ഖത്തറുണ്ട്, ഖത്തർ ഒരു മെമ്പർ അല്ല. ഓക്കെ, ഈ ഭാഗത്ത് വരുന്ന ചെറിയ ടെറിട്ടറിയാണ്. സൗദി അറേബ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്താണ് പോയത് എന്നാണ് പറയുന്നത്. ഖത്തർ ഒരു മെമ്പർ അല്ല. 2020 മുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ഇക്വഡോറും ഒരു മെമ്പർ അല്ല. അപ്പോൾ എന്തല്ല, ഇക്വഡോറും ഒരു മെമ്പർ അല്ല. അപ്പോൾ ക്ലിയർ ആണല്ലോ, അങ്കോള ഈസ് നോ മോർ എ മെമ്പർ, ഇക്വഡോർ ഈസ് നോട്ട് എ മെമ്പർ, ഖത്തർ ഈസ് നോട്ട് എ മെമ്പർ, ഇന്തോനേഷ്യ ഈസ് ഓൾസോ നോട്ട് എ മെമ്പർ. ഓക്കെ, എന്താണ് OPEC അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്? ഇറ്റ് ഈസ് ആൻ ഇന്റർ ഗവൺമെന്റൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ 1960. 1960 ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് നടന്ന ബാഗ്ദാദ് കോൺഫറൻസിലാണ് OPEC-ന്റെ ഉദയം. അന്നത്തെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, സൗദി അറേബ്യ ആൻഡ് വെനസ്വേല. അതായത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള വെനസ്വേലയും. വെരി ഇമ്പോർട്ടൻ്റ്ലി വെനസ്വേല. അപ്പോൾ വെനസ്വേലയും ഇക്വഡോറും മാത്രമായിരുന്നു ലാറ്റിൻ അമേരിക്കയിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള 2 മെമ്പേഴ്സ്. ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ഓൺലി വെനസ്വേല. വെനസ്വേല ഈസ് ദ ഓൺലി ലാറ്റിൻ അമേരിക്കൻ മെമ്പർ ഓഫ് OPEC. ക്ലിയർ ആണല്ലോ. OPEC-ന് 12 മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നമുക്കറിയാം, ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ സൗത്ത് അമേരിക്ക, ഈ 3 കോണ്ടിനെൻറ്റ്സിലായിട്ടാണ്. ആരൊക്കെയാണ്? അൾജീരിയ, ഇക്വട്ടോറിയൽ ഗിനിയ, ഗാബോൺ, ഇറാൻ, ഇറാഖ്, കുവൈത്ത്, ലിബിയ, നൈജീരിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്, അല്ലാതെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയല്ല. 2 രാജ്യങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സൗദി അറേബ്യ, UAE, വെനസ്വേല. ഇതെല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ കോമൺ സെൻസിന് നിരക്കാത്ത ചില രാജ്യങ്ങൾ ഇതിലുണ്ട്. ഒന്നേതാണ്? വെനസ്വേല. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല, അല്ല, ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ഓർഗനൈസേഷൻ ആണെന്നാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ വെനസ്വേല. പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു രാജ്യവും OPEC-ലെ മെമ്പർ അല്ല. അങ്ങനെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളൊന്നും OPEC-ന്റെ മെമ്പർ അല്ല. ഓക്കെ, അടുത്തതായിട്ട് ചോദിക്കാവുന്ന ചോദ്യം, OPEC-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. 1960 ബാഗ്ദാദിൽ വെച്ച് ഫോം ചെയ്ത OPEC-ന്റെ ഇനീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡിലെ ജനീവയായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം 1965 മുതൽ ഈ ദിവസം വരെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വിയന്നയിലാണ്. എവിടെയാണ് വിയന്ന? വിയന്ന ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ക്യാപിറ്റലാണ്. ഓസ്ട്രിയ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് വിയന്ന. അപ്പോൾ നിങ്ങൾ കേട്ടേക്കാം, OPEC-ഉം റഷ്യയും തമ്മിൽ സംസാരം, റഷ്യൻ ഓയിൽ മറ്റാരും മേടിക്കരുതെന്ന് പറയുന്നു, OPEC പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ആലോചിക്കുന്നു എന്നൊക്കെ. അപ്പോൾ OPEC-ന്റെ മെമ്പർ അല്ല റഷ്യ. പിന്നെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അത് പെട്രോളിയം റിസർവ് ഉള്ള അതിന് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. എന്നാൽ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും OPEC-ലെ മെമ്പേഴ്സ് അല്ല. അങ്ങനെയുള്ള ചില രാജ്യങ്ങളാണ് ആര്? റഷ്യ, സൗത്ത് സുഡാൻ, അല്ലെങ്കിൽ മെക്സിക്കോ, ഒമാൻ, ഈവൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒമാൻ, അസർബൈജാൻ, സെൻട്രൽ ഏഷ്യയിലുള്ള കസാക്കിസ്ഥാൻ, നമ്മുടെ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. ഇവരെ വിളിക്കുന്നത് OPEC+ എന്നാണ്. OPEC+ എന്താണ്? ദേ ആർ the petroleum അല്ലെങ്കിൽ crude oil exporting countries
ഹു ആർ നോട്ട് പാർട്ട് ഓഫ് ഓപെക്. ഓപെക്കിലില്ലാത്ത പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളാണ് ഓപെക് പ്ലസ്. അപ്പോൾ ഓർത്തിരിക്കുക, റഷ്യ പോലുള്ള രാജ്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ മലേഷ്യ, അസർബൈജാൻ, കസക്കിസ്ഥാൻ, സൗത്ത് സുഡാൻ ഒന്നും ഓപെക്കിലല്ല. പിന്നെ എവിടെയാണ്? ഓപെക് പ്ലസിലാണ്. ഓക്കെ. 18. നമ്മളെല്ലാവരും UPI ഉപയോഗിക്കുന്നവരാണ് അല്ലേ? എന്താണ് UPIയുടെ ഫുൾ ഫോം? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഈ UPI ആരുടെ ഇനീഷ്യേറ്റീവാണ്? NPCAയുടെ ഇനീഷ്യേറ്റീവാണ്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? നമ്മൾ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യും, പേയ്മെൻറ്റ് നടത്തും അല്ലേ? UPIയുടെ പുതിയൊരു ഇനീഷ്യേറ്റീവാണ്, NPCAയുടെ UPIയിൽ കൊണ്ടുവന്ന പുതിയൊരു ഇനീഷ്യേറ്റീവാണ് UPI ടാപ്പ് ആൻഡ് പേ. അതായത് നമ്മളിങ്ങനെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ടാപ്പ് ചെയ്ത് പേ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മുടെ ഡിവൈസ് ആ പേയ്മെൻറ്റ് ഡിവൈസിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പ് ആൻഡ് പേ ഉപയോഗിച്ച് ഒരു നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ആ ഇൻഫർമേഷൻ എടുക്കുകയും അതിനെ പേയ്മെൻറ്റിലേക്ക് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി ടാപ്പ് ചെയ്ത് അങ്ങനെ ടാപ്പ് ചെയ്തല്ല സ്കാൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് ഈ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി? ഈ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ പേര് പറഞ്ഞ പോലെ നിയർ ഫീൽഡ് എന്താണ്? ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജിയാണ്. അത് അത്യാവശ്യം അടുത്തടുത്തിരിക്കുന്ന a distance of 4 centimeter or less is required. മനസ്സിലായി? ഒരുപാട് ദൂരെയൊന്നും പറ്റില്ല. 4 സെൻറ്റിമീറ്ററോ അതിൽ താഴെയുള്ള 2 ഡിവൈസസ് തമ്മിൽ NFC ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താം. അതിനവർ ഉപയോഗിക്കുന്നത് എന്താണ്? പല ഫ്രീക്വൻസി ഉപയോഗിക്കാറുണ്ട്. മോസ്റ്റ് കോമൺലി ദ യൂസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ ഫ്രീക്വൻസി. മോസ്റ്റ് കോമൺലി ദ യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലേ, ഇങ്ങനെ ടാപ്പ് ആൻഡ് പേ ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ഡേറ്റ സെക്യൂർ ആണെന്ന്. NFC ക്യാൻ യൂസ് എൻക്രിപ്ഷൻ. നമ്മൾ ഈ വാട്സപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാറില്ലേ end to end എൻക്രിപ്റ്റഡ് എന്ന്. അങ്ങനെ എൻക്രിപ്ഷൻ ഉപയോഗിച്ച് യുവർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ക്യാൻ ബി സേവ്ഡ്. അതായത് പ്രൈവസി എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ NFC ഉപയോഗിക്കുന്ന NPCA എന്താ? വാട്ട് ഈസ് ദ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? ഇറ്റ് ഈസ് ആൻ അംബ്രല ഓർഗനൈസേഷൻ. എന്തിൻ്റെ അംബ്രല ഓർഗനൈസേഷൻ ആണ്? ഫോർ ഓപ്പറേറ്റിംഗ് റീറ്റെയിൽ പേയ്മെൻറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ. NPCA എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും പിന്നെ ഇന്ത്യയിലെ ബാങ്കുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയൊന്നുമല്ല, ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കൂടെ ഇനീഷ്യേറ്റീവായിട്ട് 2008 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്ത്? NPCA, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിനൊരു ആക്ടിൻ്റെ ബാക്കപ്പ് ഉണ്ട്. ഒരു ആക്ടിന് കീഴിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏതാണ് ആക്ട്? പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് 2007. 2007 പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് എനാക്ട് ചെയ്തു. 2008 NPCA നിലയിൽ വന്നു. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് മുംബൈയിലാണ് NPCAയുടെ ആസ്ഥാനം. ഹൂ ഈസ് ദ MD ആൻഡ് CEO? ശ്രീ ദിലീപ് ആസ്ബേ. NPCAയുടെ MD ആൻഡ് CEO ആരാണ്? ദിലീപ് ആസ്ബേ. NPCAയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനും ചോദിക്കാം, പ്രത്യേകിച്ച് ബാങ്ക് പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് റോളിൽ ഇടപെടാത്ത എന്നാൽ ഒരു ഓവറോൾ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു അവരുടെ വർക്കിംഗ് ഒക്കെ സ്ട്രീംലൈൻ ചെയ്യുന്ന വ്യക്തിയാണ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ വിശ്വമോഹൻ മഹാപത്ര. അപ്പോൾ രണ്ടുപേരുടെ പേര് ഓർത്തിരിക്കണം, ശ്രീ ദിലീപ് ആസ്ബേ ആൻഡ് ശ്രീ വിശ്വമോഹൻ മഹാപത്ര. ഈ NPCA നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും അവരുടെ കുറേ പ്രൊഡക്ട്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള റുപ്പേ സിസ്റ്റം. നിങ്ങളുടെ കാർഡ് ചിലപ്പോൾ റുപ്പേ കാർഡായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കാം എന്താണ്? IMPS ആണോ ചെയ്യുന്നത്? IMPS എന്താണ്? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. AEPS, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. അല്ലെങ്കിൽ എല്ലാ ബില്ലുകളും ഒരുമിച്ച് അടയ്ക്കാനുള്ള സൗകര്യമാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. ചില ക്രെഡിറ്റ് ഒരു പ്രത്യേക തരം പേയ്മെൻറ്റ് സിസ്റ്റമാണ് ഏത്? NAC. ഏത്? അല്ലെങ്കിൽ ചിലർ നാഷ് എന്നും പറയും, നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. NFS ഒരു തവണ SSC ചോദിച്ചിട്ടുള്ളതാണ്. NFS, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. SSC ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ATMs ഇൻ ഇന്ത്യ? ATM എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ്. അതിന് വിളിക്കുന്ന പേരാണ് NFS, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്. അത് ഹാൻഡിൽ ചെയ്യുന്ന ബോഡിയാണ് ഇത് NPCA. പിന്നെ നമ്മുടെ ഈ പറയുന്ന UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. ഈ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഈ റീറ്റെയിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലെ ഇനീഷ്യേറ്റീവ്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ നമുക്ക് NPCAയിൽ നിന്നാണെന്ന് പറയാം. 19, ഇത് കുറച്ച് പഴയ വാർത്തയാണ്, പക്ഷേ ഗർഭ ന്യൂസ് വീണ്ടും വാർത്തയിലുള്ളതുകൊണ്ട് നമ്മൾ ഈ വീക്കിൽ അത് എടുക്കുകയാണ്. എന്താണ് ഗർഭ ഡാൻസ്? എന്തുകൊണ്ടാണ് അത് വാർത്തയിൽ വരാൻ കാരണം? ഗുജറാത്തിലെ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ അറിയാം, ഹൈലി കളർഫുൾ ആയിട്ടുള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് ഫോമാണ് ഗർഭ ഡാൻസ്. അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ബിക്കേം പാർട്ട് ഓഫ് ദ
ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലെ ലേറ്റസ്റ്റ് എൻട്രി ഫ്രം ഇന്ത്യ ആണ് ഏത്? ഗർബ ഡാൻസ്. ഗർബ ഡാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? എല്ലാ വർഷവും നവരാത്രിയുടെ സമയത്താണ്. ഇറ്റ് സെലിബ്രേറ്റ്സ് എന്താണ്? ശക്തി ഓർ ഫെമിനൈൻ എനർജി, സ്ത്രീ ശക്തി സെലിബ്രേറ്റ് ചെയ്യണ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ ഈസ് ഗർബ ഡാൻസ്. ഗർബ ഡാൻസ് ഈസ് ഫ്രം ഗുജറാത്ത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? യുനെസ്കോയുടെ ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്. നമുക്കറിയാം, നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ പറയൂലേ, റീസെൻ്റ് അഡീഷൻ വന്ന ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതനും കർണാടകയിലെ ഹൊയ്സാല ടെമ്പിൾസും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി ഫീൽ ചെയ്യാവുന്ന, തൊട്ടറിയാവുന്ന അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറേ വാല്യൂസ് ആണ്. ചില ഡാൻസ് ഫോംസ്, ചില ചാൻഡിങ്ങുകൾ, ചില ആർട്ട് ഫോംസ്, അതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഈ ലിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 2008 യുനെസ്കോ 2003 അഡോപ്റ്റ് ചെയ്ത കൺവെൻഷൻ ഫോർ സേഫ് ഗാർഡിങ് ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് 2003 അഡോപ്റ്റ് ചെയ്ത ഈ കൺവെൻഷൻ്റെ കീഴിലാണ് 2008 ഈ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 2008 തന്നെ ഇന്ത്യയിൽ നിന്ന് 3 സാധനങ്ങൾ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അത് ചോദിക്കാം. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഒരു സംസ്കൃതി തിയേറ്റർ. ഏതാണ്? കൂടിയാട്ടം. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും കൂടിയാട്ടം. 2, വേദിക് ചാൻഡിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വേദിക് ചാൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേട്ടറിയാനേ ഫീലിങ്ങേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് വേദിക് ചാൻഡിങ്? ദ റിസൈറ്റേഷൻ ഓഫ് സേക്രഡ് ഹിന്ദു ടെക്സ്റ്റ്. 3, രാമായണത്തിൻ്റെ ഒരു ട്രഡീഷണൽ പെർഫോമൻസ്, ഡാൻസ് പെർഫോമൻസ്. എന്താണ്? രാമലീല. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നിലവിൽ 15 ഐറ്റങ്ങളുണ്ട്. 15ാമത്തെ ഐറ്റമാണ് ഏത്? ഗർബ ഡാൻസ്. മറ്റ് 14 ഐറ്റങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ലിസ്റ്റ് കംപ്ലീറ്റ്ലി ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ആഡ് ചെയ്യപ്പെട്ടത് ഗുജറാത്തിലെ ദുർഗാ പൂജയാണ്. അതിന് മുന്നേ ആഡ് ചെയ്യപ്പെട്ടത് നമ്മുടെ കുംഭമേളയാണ്. അതിന് മുന്നേ യോഗ. നൗറോസ്. എന്താണ് നൗറോസ്? ദ ന്യൂ ഇയർ ഓഫ് പാർസീസ്. പാർസി ന്യൂ ഇയർ. സൊറാസ്ട്രിയൻസിൻ്റെ സക്സസേഴ്സാണ് പാർസികൾ ഇന്ത്യയിലുള്ള, നമ്മളെ രത്തൻ ടാറ്റ ഉൾപ്പെട്ട പാർസികൾ. ആ പാർസികളുടെ പുതുവർഷമാണ് ഏത്? നൗറോസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ എത്ര വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുണ്ട്? 42 സൈറ്റുകളുണ്ട്. അതിനെപ്പറ്റിയും ബ്രീഫായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. 20ാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. എവിടെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ? നമുക്കറിയാം എവിടെയാണ്? നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പറയുന്ന ഇസ്രോയുടെ ഒരു ഏജൻസി, ദേ ഡെവലപ്ഡ് ഫീസ്റ്റ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് ഫീസ്റ്റ്? ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ. ആ ഫീസ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റുകൾ, മറ്റ് എയർക്രാഫ്റ്റ്, ബിൽഡിങ്ങുകൾ, സാറ്റലൈറ്റ്, ഇവരുടെയൊക്കെ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ അനാലിസിസ് നടത്തുക. അവരുടെ പെർഫോമൻസ് പല കണ്ടീഷൻസിൽ എങ്ങനെയായിരിക്കും എന്നുള്ള അനാലിസിസ് നടത്താനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫീസ്റ്റ്. ഫീസ്റ്റ് വാസ് ലോഞ്ച്ഡ് ബൈ എന്ന് ചോദിക്കാം. ഉത്തരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. VSSC എന്താണെന്ന് നമുക്കറിയാം. VSSC ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ISRO, ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇറ്റ് കംസ് അണ്ടർ ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിയുടെ കീഴിലല്ല വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേരെ താഴെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലാണ് ISRO വരുന്നത്. ഓക്കെ, വിക്രം സാരാഭായ് ആരാണ്? ഡോക്ടർ വിക്രം സാരാഭായ് ആരാണ്? ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഹു വാസ് വിക്രം സാരാഭായ്? ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഹു വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. കണ്ടംപററീസ് ആയിരുന്നു ഈ വ്യക്തികൾ. ഹു വാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം. ഓക്കെ, VSSCയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഫോക്കസ് ഓൺ റോക്കറ്റ് റിസർച്ച് ആൻഡ് റോക്കറ്റ് ലോഞ്ച്. നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ നമുക്കറിയാലോ, ശ്രീഹരിക്കോട്ടയിലുള്ള, ആന്ധ്രാപ്രദേശിലുള്ള. അതുപോലെ മറ്റൊരു സൈറ്റാണ് VSSC. ലൊക്കേഷൻ തിരുവനന്തപുരം, കേരള. എപ്പോഴാണ് ഫോം ചെയ്തത്? നിങ്ങളോട് ചോദിക്കാം. വെരി ഇമ്പോർട്ടൻ്റ്ലി 21 നവംബർ 1963 VSSC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ സെൻറ്ററിൻ്റെ തുടക്കം TERLS എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് തന്നെയുള്ള തുമ്പയിലുള്ള തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലാണ് ഇതിൻ്റെ തുടക്കം. 1962 TERLS ആയി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് പിന്നീട് 1963 കുറേ കൂടെ ഫെസിലിറ്റീസ് വന്ന് VSSC എന്നൊരു പേരിലേക്ക് എത്തി. ഇറ്റ് വാസ് റീനെയിംഡ് ആഫ്റ്റർ, നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം വിക്രം സാരാഭായ്. അതിൻ്റെ ഡയറക്ടർ ചോദിക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്ലി ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ. ഈ VSSCയുടെ ഡയറക്ടേഴ്സാണ് കാലക്രമേണ യൂഷ്വലി ഇസ്രോയുടെ, അങ്ങനെ തന്നെ ആവണമെന്നല്ല കേട്ടോ,
ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇസ്രോയുടെ ചെയർമാനായിട്ട് വരുന്നത് ഇന്നത്തെ ഇസ്രോയുടെ ഡയറക്ടറായിട്ടുള്ള എസ് സോംനാഥ്, അദ്ദേഹം നമുക്കറിയാം ഒരു മലയാളിയാണ്. അദ്ദേഹമായിരുന്നു ഇതിന് മുന്നത്തെ വി എസ് എസ് സിയുടെ ഡയറക്ടർ. അതിനു മുന്നേ കെ ശിവൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രോയുടെ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹവും വി എസ് എസ് സിയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ എസ് ഉണ്ണികൃഷ്ണൻ നായർ നാളെ ഇസ്രോയുടെ ഡയറക്ടർ ആയേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്പേസ് സെക്ടറിനെ പറ്റിയുള്ള കുറച്ച് ബ്രീഫ് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇന്ത്യൻ സ്പേസ് സെക്ടറിന്റെ തുടക്കം ഇസ്രോയിലായിരുന്നില്ല, ഇങ്കോസ്പാറിലായിരുന്നു. നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എസ്റ്റാബ്ലിഷ് ചെയ്ത ഇങ്കോസ്പാർ. വാട്ട് ഈസ് ഇങ്കോസ്പാർ? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഏത് വർഷം? 1962. ഈ ഇങ്കോസ്പാറിലെ ആ ഇനീഷ്യൽ ടീമിൽ അവർ റോക്കറ്റ് എഞ്ചിനീയേഴ്സിലുള്ള ഏറ്റവും വലിയ വ്യക്തി പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറിയത് പീപ്പിൾസ് പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. ക്ലിയർ അല്ലേ? ഓഗസ്റ്റ് 1969, ഓഗസ്റ്റ് 15, 1969 ഇങ്കോസ്പാറിനെ മാറ്റി നമ്മുടെ ഇസ്രോ നിലവിൽ വന്നു. അങ്ങനെയാണ് ഇസ്രോയുടെ ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്രോയുടെ ഒറിജിൻ 1969 എന്ന് കേട്ടേക്കാം. എന്നാൽ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഒറിജിൻ 1962 തുടങ്ങി ഇൻ ദ ഫോം ഓഫ് ഇങ്കോസ്പാർ. ഇസ്രോ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെന്ന് നമ്മൾ പറഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കർണാടകയിലെ ബാംഗ്ലൂരാണ്. ചെയർമാൻ ആരാണ്? ശ്രീധര സോംനാഥ് അല്ലെങ്കിൽ എസ് സോംനാഥ്. ക്ലിയർ ആണല്ലോ? 21ാമത്തതും ഒരു സ്പേസ് റിലേറ്റഡ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ആസ്റ്ററോയിഡുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നാളെ എപ്പോഴെങ്കിലും ഭൂമിയിലേക്ക് വന്ന് പതിച്ചേക്കാം, ഭൂമിയിൽ കാര്യമായിട്ട് ഡാമേജ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ആസ്റ്ററോയിഡുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആ ആസ്റ്ററോയിഡുകളെ പഠിക്കാൻ വേണ്ടി നമ്മുടെ നാസ ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരുന്നു. ആ മിഷനാണ് ഓസിരിസ് റെക്സ്. ഓസിരിസ് റെക്സിന്റെ ഫുൾ ഫോം എന്താണ്? ഒറിജിൻസ്, സ്പെക്ട്രൽ ഇന്റർപ്രിട്ടേഷൻ, റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി, റെഗോലിത്ത് എക്സ്പ്ലോറർ. ഈ റെഗോലിത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളാണ്. അതിൽ പെടുന്നൊരു സാധനമാണ് ഏത്? ആസ്ട്രോയിഡ്. അപ്പോൾ അങ്ങനെ നാസയുടെ ഓസിരിസ് റെക്സ് ഒരു പർട്ടിക്കുലർ ആസ്ട്രോയിഡിനെ പഠിക്കാൻ വേണ്ടി സ്പേസിലേക്ക് പോയി. നമ്മൾ അതിനെപ്പറ്റി കാണും. ഓക്കെ, അത് തിരിച്ച് സാമ്പിൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ മിഷൻ അവർ നിർത്തിയില്ല. ഓസിരിസ് റെക്സ് ദേ റീനെയിംഡ് ഇറ്റ് ആസ് ഓസിരിസ് അപ്പെക്സ്. അപ്പെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഫിസ് എക്സ്പ്ലോറർ. വാട്ട് ഈസ് അപ്പോഫിസ്? അപ്പോഫിസ് ഈസ് അനദർ ആസ്റ്ററോയിഡ്. ഓക്കെ, അപ്പോൾ ഒസിരിസ് റെക്സിന്റെ ഇപ്പോഴത്തെ ഫോമാണ് ഒസിരിസ് അപ്പെക്സ്. എന്തിനെ പഠിക്കാനാ പോകുന്നത്? അപ്പോഫിസിനെ പഠിക്കാനാ പോകുന്നത്. കേട്ടല്ലോ? വാർത്തയിൽ വരാൻ കാരണം ഒസിരിസ് അപ്പെക്സ്, ഫോളോ അപ്പ് ഓഫ് ഒസിരിസ് റെക്സ്, വിൽ സ്റ്റഡി ദ ഫിസിക്കൽ ചേഞ്ചസ് ടു ആസ്റ്ററോയിഡ് അപ്പോഫിസ്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴാണ് അത് അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ അപ്പോഫിസ് അതിൻ്റെ പാത്ത്, അതായത് എർത്താണെങ്കിൽ ഈ അപ്പോഫിസിൻ്റെ പാത്ത് കറങ്ങി എർത്തുമായിട്ട് ഒരു ക്ലോസർ പോയിന്റിലേക്ക് എത്തും. ദേ ആർ എക്സ്പെക്ടിങ് ദാറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ 2029. ഇനിയും ഒരു 5 വർഷം സമയമുണ്ട്. അപ്പോഴാണ് ഈ ഒസിരിസ് അപ്പെക്സ് അതിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ബ്രീഫായിട്ട് കാണണം. ഒന്ന്, ഓസിരിസ് റെക്സ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് മിഷൻ ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ നാസ ടു സ്റ്റഡി or to take sample from an asteroid. ഏത് ആസ്ട്രോയിഡിനെ പറ്റിയാണ്? ഏത് ആസ്ട്രോയിഡാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒസിരിസ് റെക്സ് പോയത് ആസ്ട്രോയിഡ് ബെന്നുവിനെ പറ്റി പഠിക്കാനാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ അപ്പെക്സ് പഠിക്കാൻ പോകുന്ന ആരെ പറ്റി പഠിക്കാനാണ്? ആസ്ട്രോയിഡ് അപ്പോഫിസിനെ പറ്റി പഠിക്കാനാണ്. അപ്പോൾ രണ്ടും സിമ്പിളായിട്ട് ചോദിക്കാം. ബെന്നുവിനെ പറ്റി പഠിക്കാൻ പോയിട്ട് അത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 24 ബെന്നുവിൻ്റെ സർഫസിൽ നിന്നും ഒരു സാമ്പിൾ കൊണ്ടുവന്ന് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് അത് ഒസിരിസ് അപ്പെക്സ് എന്നുള്ള പേരിൽ വീണ്ടും പഠിക്കാൻ വേണ്ടി പോയി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ മിഷൻ തീർന്നിട്ടില്ല. ഇതിനു മുന്നേ ആസ്ട്രോയിഡിനെ പോയി കണ്ട് അവിടുന്ന് സാമ്പിൾ എടുത്തുകൊണ്ടുവന്ന 2 മിഷനുള്ളൂ. രണ്ടും ജപ്പാന്റെ മിഷനാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഹയാബുസ, 2 ഹയാബുസ 2. ഹയാബുസ വിസിറ്റ് ചെയ്ത് ഇട്ടോകാവ എന്ന് പറയുന്ന ഒരു ആസ്ട്രോയിഡിനാണ്. അത് സംഭവിച്ചത് 2010 ഓക്കെ. ഹയാബുസ 2 വിസിറ്റ് ചെയ്ത് റൈഗു എന്ന് പറയാം, RYUGU എന്നാണ്. റൈഗു അല്ലെങ്കിൽ രൂഗു എന്നായിരിക്കും. രൂഗുവിനെയാണ് 2018. അപ്പോൾ ഈ ആസ്ട്രോയിഡിൽ പോയിട്ട് വരുന്ന 4 പ്രധാനപ്പെട്ട മിഷനുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഒസിരിസ് റെക്സ്, എങ്ങോട്ടാണ്? ബെന്നുവിലേക്കാണ്. പിന്നെ നമ്മളിതാ പഠിച്ചു ഒസിരിസ് അപ്പെക്സ്, എങ്ങോട്ടാണ്? അപ്പോഫിസിലേക്കാണ്. പിന്നെ നമ്മൾ പഠിച്ചു ജപ്പാന്റെ 2 മിഷൻ, ഹയാബുസ 1 എങ്ങോട്ട്? ഇട്ടോകാവ, ഹയാബുസ 2 എങ്ങോട്ട്? റൂഗു. ക്ലിയർ അല്ലേ? അപ്പോൾ വാട്ട് എക്സാക്ട്ലി ആർ ആസ്റ്ററോയിഡ്സ്? ഈ ആസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പ്ലാനറ്റുകൾക്ക്, നമ്മുടെ എർത്ത് ഉൾപ്പെട്ട പ്ലാനറ്റുകൾക്ക് ചില ഡെഫിനിറ്റ് ഷേപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡെഫിനിറ്റ് ഷേപ്പില്ലാത്ത
ഏതാണ്ട് 4.6 ബില്യൺ ഇയേഴ്സ് മുന്നേ നമ്മുടെ സോളാർ സിസ്റ്റം എവോൾവ് ചെയ്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കുറേ റോക്കി റെമനൻസ് ആണ് ആസ്റ്ററോയിഡ്സ്. അതിനെ ചില സമയത്ത് മൈനർ പ്ലാനറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ, സൂര്യന് ചുറ്റിപ്പറ്റിയുള്ള സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ആസ്റ്ററോയിഡ് കാണുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിനെ വിളിക്കുന്ന പേരാണ്, ഈ ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്, ആസ്റ്ററോയിഡ് ബെൽറ്റ്. ഈ കാണിക്കുന്നതെല്ലാം ആസ്റ്ററോയിഡുകളാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാവുന്ന സിമ്പിൾ ചോദ്യം, ദ ആസ്റ്ററോയിഡ് ബെൽറ്റ് വേർ മെജോറിറ്റി ഓഫ് ദ ആസ്റ്ററോയിഡ്സ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ, ഏതൊക്കെ പ്ലാനറ്റുകളുടെ ഇടയിലാണ് ഈ ആസ്റ്ററോയിഡ് ബെൽറ്റ് കാണുന്നത്? ഏതൊക്കെയാണ്? 1 മാർസ്, 2 ജൂപ്പിറ്റർ. ആസ്റ്ററോയിഡ് ബെൽറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ക്ലിയർ ആണല്ലോ, തെറ്റിക്കില്ലല്ലോ. നമ്മൾ 2ാമത്തെയോ 3ാമത്തെയോ ക്ലാസ്സിൽ പഠിച്ച വേറൊരു ബെൽറ്റ് ഉണ്ട്. ഏതാണ്? ക്യൂപ്പർ ബെൽറ്റ്. എന്താണ് ക്യൂപ്പർ ബെൽറ്റ്? അവിടെ നിന്നാണ് നമ്മളുടെ കോമറ്റുകൾ, ഐസി കോമറ്റ്സ്. എന്താണ് കോമറ്റ്? ഹാലീസ് കോമറ്റ്, വാൽനക്ഷത്രങ്ങൾ വരുന്നത്. ക്ലിയർ അല്ലേ? വാൽനക്ഷത്രങ്ങൾ വരുന്നത് ഈ ആസ്റ്ററോയിഡുകൾ തന്നെ. അപ്പോൾ നമുക്കറിയാം എന്താ, ഇത് ഭൂമിയാണല്ലേ, ഭൂമി കഴിഞ്ഞിട്ടാണ് മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കാണ് ആസ്റ്ററോയിഡ് ബെൽറ്റ്. ചില ആസ്റ്ററോയിഡുകൾ ഭൂമിയുടെ അടുത്തേക്ക് വരാം. ആ ആസ്റ്ററോയിഡുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയർ എർത്ത് ആസ്റ്ററോയിഡ്സ്. ചിലത് എർത്തിൻ്റെ ഓർബിറ്റിനെ ക്രോസ് ചെയ്ത് പോകും. ദേ ആർ വെരി ഡേഞ്ചറസ്. അവർ എർത്തിൽ വന്ന് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇല്ലാതെയാവും. അവരെ വിളിക്കുന്ന പേരാണ് എർത്ത് ക്രോസേഴ്സ്. എർത്തിൻ്റെ ഓർബിറ്റൽ പാത്തിനെ ക്രോസ് ചെയ്യുന്നവരാണ് എർത്ത് ക്രോസേഴ്സ്. ക്ലിയർ ആണല്ലോ. നമ്മളിപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഒരു റെവല്യൂഷണറിയെ പറ്റി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ താരക്നാഥ് ദാസിനെ പറ്റി കണ്ടു അല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട റെവല്യൂഷണറിയാണ്, ഒരു വനിതാ റെവല്യൂഷണറിയാണ് ബീന ദാസിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയിൽ ഇന്ത്യ റിമെമ്പേർഡ് ബീന ദാസ് 1911 ഓഗസ്റ്റ് 24 വെസ്റ്റ് ബംഗാളിലാണ് ജനിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, അന്നത്തെ ഇന്ത്യൻ റെവല്യൂഷൻ്റെ ഒരു ഹോട്ട് ബെഡ് ആയിരുന്നു വെസ്റ്റ് ബംഗാൾ. ഏറ്റവും കൂടുതൽ ഇൻ്റലക്ച്വൽസും റെവല്യൂഷണറിമാരെയും ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അങ്ങനെ 24 ഓഗസ്റ്റ് 1911 വെസ്റ്റ് ബംഗാളിൽ ജനിച്ച അവർ പിന്നീട് 1986 മരണപ്പെട്ടത്. 26 ഡിസംബറിനാണ് മരണപ്പെട്ടത്. അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഒരു ക്രിക്കറ്റ് പ്ലെയർ, പിന്നീട് ഒരു ബ്രിട്ടീഷ് ക്രിക്കറ്റ് പ്ലെയർ, പിന്നീട് അങ്ങോട്ട് ബംഗാളിൻ്റെ ഗവർണറായി മാറി. ആളുടെ പേരാണ് സ്റ്റാൻലി ജാക്സൺ. ഈ സ്റ്റാൻലി ജാക്സൺ കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ കൺവക്കേഷന് പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ, പിണറായി വിജയൻ, ഈ 2 വ്യക്തികളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റീസ് വന്നില്ല. അപ്പോൾ ഗവർണർ യൂണിവേഴ്സിറ്റി പോലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്തകാലത്തും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാൻലി ജാക്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബംഗാൾ ഗവർണർ കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ കൺവക്കേഷൻ സമയത്ത് എത്തിയപ്പോൾ ഈ ബീനാദാസ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ 5 തവണ ഷൂട്ട് ചെയ്തു. അപ്പോൾ ബീനാദാസിൻ്റെ കഷ്ടകാലത്തിന്, അല്ലെങ്കിൽ സ്റ്റാൻലി ജാക്സന്റെ നല്ല കാലത്തിന് ആള് രക്ഷപ്പെട്ടു. ആൾക്കൊന്നും പറ്റിയില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ബീനാദാസ് അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു ബംഗാളി ഓർഗനൈസേഷൻ, ഛത്രി സംഘ വാസ് എ സെമി റെവല്യൂഷണറി ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ കൊൽക്കത്ത. സ്ത്രീകളുടെ ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിരുന്നു ഛത്രി സംഘ. നമ്മൾ ഈ അനുശീലൻ സമിതി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓർഗനൈസേഷനാണ് ഛത്രി സംഘ. 1932 ഫെബ്രുവരി 6 കൺവക്കേഷന് സ്റ്റാൻലി ജാക്സനെ വെടിവെച്ചത്. ആള് രക്ഷപ്പെട്ടു. ലേറ്റർ അവർ റിഗറസ് ഇംപ്രസൺമെന്റ്, അതായത് അവരെ കാര്യമായിട്ട് തുറുങ്കലിൽ അടച്ചു. അവർ പുറത്തിറങ്ങി. പിന്നീട് ബംഗാൾ രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിരുന്നു. പിന്നീട് അവർ പതുക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും പതുക്കെ മാഞ്ഞുപോയി. അവരുടെ അവസാന കാലഘട്ടത്തെ പറ്റിയൊന്നും ഒരുപാട് ക്ലിയർ ആയിട്ടുള്ള ഡേറ്റകളില്ല. അവർ പിന്നീട് വെസ്റ്റ് ബംഗാളിൽ നിന്നും മാറിയെന്നും ഹിമാചൽ പ്രദേശിലേക്ക്, ഉത്തരാഖണ്ഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, 23 ഗ്രൂപ്പ് ഓഫ് 7 G7 രാജ്യങ്ങൾ വരാൻ കാരണം ഇറ്റലിയാണ്. നമുക്കറിയാം, ചൈനയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് എന്ത്? BRI, ദ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അതായത് ചൈനയ്ക്ക് ചുറ്റും പല രാജ്യങ്ങളെ കണക്ട് ചെയ്ത് യൂറോപ്പിലേക്ക് വരെ ആക്സസ് നേടുന്ന ഒരു ചൈനയുടെ പ്ലാനാണ് ദ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഏൻഷ്യൻ കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ സിൽക്ക് റൂട്ടിനെ റിവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം, അതായത് കച്ചവടത്തിൽ ചൈനയെ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെ ഉദ്ദേശം. ആ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ പല രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പിട്ട ഒരേ ഒരു G7 രാജ്യമായിരുന്നു ഇറ്റലി.
ഇറ്റലി. ആ ഇറ്റലിയെ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഇറ്റലിയെ നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ എന്താണ് ഈ ഇറ്റലി ചെയ്തത്? ഈ ഒരേ ഒരു G7 രാജ്യമായിട്ടുള്ള ഇറ്റലി എന്ത് ചെയ്തു? മറ്റുള്ള G7 രാജ്യങ്ങളുടെ പ്രഷർ കാരണമായിരിക്കാം ആ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇറ്റലി വിഡ്രൂ ഫ്രം ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ ആ ഇനീഷ്യേറ്റീവിൽ നിലവിൽ ഒരു G7 രാജ്യവും ഇല്ല. ആരൊക്കെയാണ് G7 രാജ്യങ്ങൾ? ഇതാ ഈ പറയുന്ന രാജ്യങ്ങളാണ് G7 രാജ്യങ്ങൾ. G7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരുന്ന എക്കണോമികളുടെ ഒരു കൂട്ടായ്മയാണ്. നിലവിൽ അവരായിരിക്കില്ല കേട്ടോ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. ആ G7 ഫോം ചെയ്ത സമയത്ത് എപ്പോഴാണ്? 1970s ഏറ്റവും ഇൻഡസ്ട്രിയലി എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്ന 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, നോർത്ത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാനഡയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും, ക്ലിയർ ആണല്ലോ. യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യുണൈറ്റഡ് കിങ്ഡം. ഇപ്പം 4, 2, 6 പിന്നെ ഇവിടെ എങ്ങും ഇല്ലാത്തത് നമ്മുടെ ഏഷ്യയിലുള്ള ജപ്പാൻ. ഈ 7 രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയൻ ആസച്ച്, അങ്ങനെ 7+1 അതാണ് ഈ പറയുന്ന G7. 7 രാജ്യങ്ങളും പിന്നെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ, നമുക്കറിയാം അത് ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പുറത്ത് ഒരേ ഒരു രാജ്യമാണ് ഇതിൽ മെമ്പറായിട്ടുള്ളത്. അതേതാണ്? ജപ്പാനാണ്. നമുക്കറിയാം 1973 ഒരു ഓയിൽ ക്രൈസിസ് നടന്നു. ഈ യോം കിപ്പൂർ വാർ, ഇസ്രായേൽ അറബ് വാറാണ്. ആ യുദ്ധം നടന്നതിന് ശേഷം 1973 ഈ അറേബ്യൻ രാജ്യങ്ങൾ, നമ്മൾ നേരത്തെ ഒപ്പക്ക് ഡിസ്കസ് ചെയ്തല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ആ അറേബ്യൻ രാജ്യങ്ങൾ കൂടി എന്ത് തീരുമാനിച്ചു? ഇനി ഓയിൽ ഇവർക്ക് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. ആ ഒരു ക്രൈസിസിനും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഫോം ചെയ്തൊരു ഗ്രൂപ്പിംഗ് ആണ് G7, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ആക്ച്വലി കുറച്ച് കാലത്തേക്ക് 97 മുതൽ 2014 വരെ അറിയപ്പെടുന്നത് G8 എന്നാണ്, ദ ഗ്രൂപ്പ് ഓഫ് 8 എന്നാണ്. നമുക്കറിയാം 2014 ഇന്ന് യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് വാർ നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം 2014 കാണാം, അതിന് ഒരുപാട് മുന്നേ കാണാം. 2014 ക്രിമിയ എന്ന് പറയുന്ന നമ്മുടെ യുക്രൈന് ബ്ലാക്ക് സീയിലേക്ക് ആക്സസ് ഉള്ള, ബ്ലാക്ക് സീയിലേക്ക് കരിങ്കടലിലേക്ക് ആക്സസ് കൊടുക്കുന്ന ചെറിയൊരു ടെറിട്ടറി റഷ്യ അനക്സ് ചെയ്തെടുത്തു. അപ്പോൾ ആ ഇൻവേഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് റഷ്യയെ G8 നിന്നും പുറത്താക്കി. അങ്ങനെ 2014 മുതൽ G8 അഗൈൻ ബിക്കേം G7. അപ്പോൾ നിങ്ങൾ G7 അറിഞ്ഞിരിക്കണം, G8 അറിഞ്ഞിരിക്കണം, പിന്നെ ഇന്ത്യ ഉൾപ്പെട്ട G20 രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്ത്യക്കായിരുന്നു പ്രസിഡൻസി. ഓക്കെ, അടുത്ത വർഷത്തെ G20 പ്രസിഡൻസി ഏത് രാജ്യത്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയുക. 24ാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ. അപ്പോൾ ഈ ഒരു വാർത്തയും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേട്ട് കാണും. UN സെക്രട്ടറി ജനറൽ ഇൻവോക്ഡ് ആർട്ടിക്കിൾ 99, ഇന്ത്യൻ ഭരണഘടനയുടെ അല്ല, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന സാധനമാണ് 1945 അഡോപ്റ്റ് ചെയ്ത UN ചാർട്ടർ. അതിൽ ആർട്ടിക്കിൾ 99 ആര് ഇൻവോക്ക് ചെയ്തു? ഇൻവോക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഉപയോഗിച്ചു. ഹു ഇൻവോക്ഡ്? സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ്. ആർട്ടിക്കിൾ 99 എന്താണ് പറയുന്നത്? UN ഭരണഘടനയുടെ ആർട്ടിക്കിൾ 99 എന്താണ് പറയുന്നത്? ഇറ്റ് എംപവേഴ്സ് ദ സെക്രട്ടറി ജനറൽ ടു ബ്രിങ് അറ്റൻഷൻ ടു ദ സെക്യൂരിറ്റി കൗൺസിൽ, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, അബൌട്ട് മാറ്റേഴ്സ് ദാറ്റ് കുഡ് ത്രെട്ടൺ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അതായത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഏറ്റവും വലിയ റോൾ എന്താണ്? ലോകത്ത് ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തുക എന്നാണ്. അവരാണ് ശരിക്കും ഈ ശാന്തിയും സമാധാനം ഇല്ലാതെയാക്കാൻ ഏറ്റവും കൂടുതൽ കാരണക്കാർ. പ്രാക്ടിക്കലി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ അവരുടെ ഫംഗ്ഷൻ അതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 99 എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറി ജനറലിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവരോട് എന്ത് പറയാം? നിങ്ങൾ ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുക, കാരണം ഈ ഇഷ്യൂ ഇൻ്റർനാഷണൽ പീസിനെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റിയെ ത്രെട്ടൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇൻവോക്ക് ചെയ്യാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം, ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ കേട്ടോ. അപ്പോൾ ആരാണ് അന്റോണിയോ ഗ്യൂട്ടറസ് അല്ലെങ്കിൽ അന്റോണിയോ മാനുവൽ ഡെ ഒലിവേര ഗ്യൂട്ടറസ്? ഇദ്ദേഹം ഒരു പോർച്ചുഗീസ് പൊളിറ്റീഷ്യൻ ആയിരുന്നു. 1949 പോർച്ചുഗലിൽ ജനിച്ച ഒരു പോർച്ചുഗീസ് പൊളിറ്റീഷ്യൻ. ഹി ഈസ് സെർവിങ് ആസ് ദ 9th സെക്രട്ടറി ജനറൽ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. 2017 ജാനുവരി 1 മുതൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ 9ാമത്തെ സെക്രട്ടറി ജനറലായി അദ്ദേഹം സെർവ് ചെയ്യുന്നു. ഒരു തവണ ചോദിച്ച ചോദ്യം, ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് എന്നാണ്. ഹി വാസ് എ പോർച്ചുഗീസ് പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു. ഹി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് പോർച്ചുഗൽ 1995 മുതൽ 2002 വരെ. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിലെ ആ പോർച്ചുഗലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആര്? അന്റോണിയോ
ഗ്യൂട്ടറസ്. ഓക്കെ, അപ്പോൾ ഈ സെക്രട്ടറി ജനറലിനെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? വെരി ഈസിലി നമുക്കറിയാം, ഒരു മെയിൻ ബോഡി ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും മെമ്പേഴ്സ് ആയിട്ടുള്ള ജനറൽ അസംബ്ലിയാണ്. ഈ പേര് ആരാ റെക്കമെൻഡ് ചെയ്യുന്നത്? അത് ജനറൽ അസംബ്ലി അല്ല, അത് ദ P5 പെർമനൻറ്റ് 5 നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലുള്ള രാജ്യങ്ങളാണ് ആ പേര് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീറ്റോയൊക്കെ പറഞ്ഞ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പേര് പറയും, അതിനെ ജനറൽ അസംബ്ലി വോട്ട് ചെയ്ത് സ്വീകരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് എന്ന്? 1946 മുതൽ 1952 വരെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഒരു നോർവേക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ട്രിഗ്വി ഹൽദൻ എന്നായിരിക്കാം, ട്രിഗ്വി ഹൽദൻ ലീ. അദ്ദേഹമാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. പക്ഷേ 1945 UN ചാർട്ടർ അഡോപ്റ്റ് ചെയ്തിട്ട് 1946 ഒരു അഡ്ഹോക്കായിട്ട് അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് എന്നൊക്കെ നമ്മൾ ഇന്ത്യൻ കേസിൽ പറയാറില്ലേ, കുറച്ച് കാലത്തേക്ക് ഇദ്ദേഹം എലക്ട് ചെയ്യുന്നവരെ മറ്റൊരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹമാണ് ഗ്ലാഡ്വിൻ ജെബ്, യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള ഗ്ലാഡ്വിൻ ജെബ്. പക്ഷേ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ട്രിഗ്വി ലേ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സീഷെൽസ് എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സീഷെൽസ് ഏറ്റവും കൂടുതൽ കേൾക്കാൻ കാരണം ചിലപ്പോൾ അവിടുത്തെ ടൂറിസം ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനികൾ ടാക്സ് വെട്ടിച്ചുകൊണ്ട് പോകുന്ന അവരുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് സീഷെൽസ്. സീഷെൽസ് എവിടെയാണ്? ഇത് മഡഗാസ്കറാണ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റാണ്. അവിടെ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ഐലൻഡുകൾ, ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് സീഷെൽസ്. സീഷെൽസ് വാർത്തയിൽ വരാൻ കാരണം ഈ അടുത്ത് സീഷെൽസിൽ ചെറിയൊരു ഐലൻഡ് നേഷനാണ് നമ്മൾ പറഞ്ഞു, അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു, പിന്നെ ഹെവി റെയിൻസ്. ഈ രണ്ടും കാരണം അവരുടെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ഡാമേജ്ഡായി. അങ്ങനെ സീഷെൽസിൻ്റെ പ്രസിഡന്റ് ഈ ഒരു കലാമിറ്റി കാരണം അദ്ദേഹം ഒരു എമർജൻസി അവിടെ ഡിക്ലെയർ ചെയ്തു. എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി വാസ് ഡിക്ലെയർഡ് ഇൻ സീഷെൽസ് ബൈ ദ പ്രസിഡന്റ്. ആരാണ് പ്രസിഡന്റ്? വേവൽ രാം കലാവൻ. ഇന്ന് നമുക്കറിയാം സീഷെൽസ് എന്ന് പറയുന്നത് അവർക്കൊരു പ്രസിഡന്റ് ഉണ്ട്, ഒരു എലക്റ്റഡ് പ്രസിഡന്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ റിപ്പബ്ലിക് ലൈക്ക് ഇന്ത്യ. ഇറ്റ് ഈസ് എ റിപ്പബ്ലിക്. ലൊക്കേഷൻ എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. അവരുടെ ക്യാപിറ്റൽ എവിടെയാണ്? ക്യാപിറ്റൽ മാഹി ഐലൻഡിനകത്തുള്ള നമ്മുടെ മാഹി ഉണ്ടല്ലോ കണ്ണൂരുള്ള, അതേ പ്രൊണൗൺസിയേഷനാണ് മാഹി ഐലൻഡിനകത്തുള്ള വിക്ടോറിയ ആണ് അവരുടെ ക്യാപിറ്റൽ. പ്രസിഡന്റ് ആരാണ് നമ്മൾ പറഞ്ഞു? വേവൽ രാം കലാവൻ. അപ്പോൾ അതാ നോക്കുക, ഈ ഐലൻഡ് നേഷൻസ് ദേ വർ ആക്ച്വലി നോട്ട് ഇൻഹാബിറ്റഡ്. അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. 18th സെഞ്ച്വറിയിൽ കൊളോണിയലിസം അതിൻ്റെ ഒരു പീക്കിലെത്തി നിന്നപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള കുറേ സ്ലേവ്സ് ആയിട്ട് ബ്രിട്ടീഷുകാരാണ് അവിടെ എത്തിയത്. അങ്ങനെയാണ് സീഷെൽസിലെ ആൾക്കാർ താമസം തുടങ്ങി. അങ്ങനെ 1814 മുതൽ ഈ അടുത്ത 1976 വരെ അവർ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അധികം കാലമായിട്ടില്ല. ദേ ബിക്കേം ഇൻഡിപെൻഡൻറ്റ് ഓൺലി ഇൻ 1976. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ ഓർത്തിരിക്കുക വിക്ടോറിയ, അവരുടെ പ്രസിഡന്റിൻ്റെ പേര് ഓർത്തിരിക്കുക, അവരുടെ ലൊക്കേഷൻ ഓർത്തിരിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ എല്ലാ ബുധനാഴ്ചയും റെഗുലറായിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത ആഴ്ച കാണാം.